യെസ് മകളെ, ഗുഡ് മോർണിംഗ്. +1 കെമിസ്ട്രിയിലെ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് VSEPR തിയറി. VSEPR തിയറിയുടെ ഫുൾ ഫോം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ എഴുതി വെക്കണം. VSEPR തിയറി, VSEPR തിയറി. ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി എന്നാണ്. എന്താണ്? വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി എന്നാണ്. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി എന്നതാണ് VSEPR തിയറിയുടെ ഫുൾ ഫോം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി അഥവാ VSEPR തിയറി പഠിക്കാൻ സാധിക്കും. അതിനു മുമ്പ് എങ്ങനെയാണ് ഒരു മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് VSEPR തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് എന്ന ഹെഡിങ്ങിൽ ഒരു 3 പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ VSEPR തിയറി എന്ന ഹെഡിങ് എഴുതിയിട്ട് അതിൻ്റെ താഴെ പോസ്റ്റുലേറ്റ്സ് എന്ന് എഴുതുക. പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു തിയറിയുടെ സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുക. ആ തിയറിയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നതാണ് പോസ്റ്റുലേറ്റ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിലൊരു 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ ഇട്ട് എഴുതിക്കോളൂ. എന്താണ്? വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് എ സെൻട്രൽ ആറ്റം. വാലൻസ് ഇലക്ട്രോൺസ് ഓഫ്, ആദ്യം എഴുതി വെക്കൂ, എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് എ സെൻട്രൽ ആറ്റം ഇൻ എ മോളിക്യൂൾ ആർ 2 types. ഒന്നുകൂടി പറയാം. വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് എ സെൻട്രൽ ആറ്റം ഇൻ എ മോളിക്യൂൾ ആർ 2 types. വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് എ സെൻട്രൽ ആറ്റം. എന്താണ് സെൻട്രൽ ആറ്റം? എന്താണ് ഈ വാലൻസ് ഇലക്ട്രോൺ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച എല്ലാം ഞാൻ പറഞ്ഞുതരും. ഇപ്പം ഒന്ന് എഴുതി വെക്ക്. വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് എ സെൻട്രൽ ആറ്റം ഇൻ എ മോളിക്യൂൾ ആർ 2 types. 2 ടൈപ്പ് ഉണ്ട്. വാലൻസ് ഇലക്ട്രോൺസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പാണ്, എഴുതിക്കോ, ഹൈഫൺ ഇട്ടിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി, ബോണ്ട് പെയർ ആൻഡ് ലോൺ പെയർ. എന്താണ് ബോണ്ട് പെയർ, എന്താണ് ലോൺ പെയർ എന്നത് ലൂയിസ് സിംബൽ കഴിഞ്ഞ് ലൂയിസ് റെപ്രസെൻറ്റേഷൻ ഒക്കെ പറഞ്ഞപ്പോൾ ഒക്റ്ററ്റ് റൂളിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിവേ, ഒരു മോളിക്യൂളിൻ്റെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള വാലൻസ് ഇലക്ട്രോൺസിനെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ബോണ്ട് പെയർ എന്നും ലോൺ പെയർ എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് എഴുതിക്കോളൂ. ഈച്ച് ഇലക്ട്രോൺ പെയർ റിപ്പൽ ഈച്ച് അതർ. റിപ്പൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ, വികർഷിക്കുന്നു, അങ്ങോട്ട് തള്ളി മാറ്റുന്നു. അപ്പോൾ ലോൺ പെയർ ആവട്ടെ ബോണ്ട് പെയർ ആവട്ടെ, 2 പേരും ഇലക്ട്രോൺ പെയറുകളാണ്. അപ്പം മറ്റൊരു ഇലക്ട്രോൺ പെയറിനെ ഓരോ ഇലക്ട്രോൺ പെയറുകളും ദൂരേക്ക് തള്ളി മാറ്റുന്നു, റിപ്പൽ ചെയ്യുന്നു. ഇലക്ട്രോണുകൾ തമ്മിൽ അത്ര ഇഷ്ടത്തിലൊന്നും അല്ല എന്ന് നിങ്ങൾക്കറിയാം. കാരണം ഒരു ഇലക്ട്രോൺ പെയർ എന്ന് പറഞ്ഞാൽ അവിടെ 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്, മറ്റൊരു ഇലക്ട്രോൺ പെയർ എന്ന് പറഞ്ഞാലും അവിടെ 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഒരേപോലെയുള്ള ചാർജുകൾ, സെയിം ചാർജസ് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ശരിയല്ലേ? ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ തന്നെയാണ് ഈ പറയുന്നത്. ഈച്ച് ഇലക്ട്രോൺ പെയർ റിപ്പൽ ഈച്ച് അതർ. ഓരോ ഇലക്ട്രോൺ പെയറുകളും മറ്റൊരു ഇലക്ട്രോൺ പെയറിനെ എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ് എഴുതി വെച്ചോളൂ. ദ സ്ട്രക്ചർ ഓഫ് എ മോളിക്യൂൾ is determined by the resultant repulsive forces of റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നുള്ള അർത്ഥമാണ്. ഒരുപാട് ഫോഴ്സുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ടോട്ടൽ ഫോഴ്സിനെയാണ് റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുക. റിസൾട്ടൻ്റ് റിപ്പൾസീവ് ഫോഴ്സസ് ഓഫ് ദീസ് ഇലക്ട്രോൺ പെയർസ്. റിസൾട്ടൻ്റ് റിപ്പൾസീവ് ഫോഴ്സസ് ഓഫ് ദീസ് ഇലക്ട്രോൺ പെയർസ്. മതി.
ഇനി അതിൻ്റെ താഴെ ഒരു ബോക്സിലാക്കി വെക്കേണ്ട ഒരു സാധനം ഞാനിവിടെ പറഞ്ഞുതരാം. ഓർഡർ ഓഫ് റിപ്പൾഷൻ. ഓർഡർ ഓഫ് റിപ്പൾഷൻ. ഓർഡർ ഓഫ് റിപ്പൾഷൻ. മക്കളെ ഇവിടെ നോക്കണേ, 2 ടൈപ്പ് ഇലക്ട്രോൺ പെയർ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ലോൺ പെയറും ഉണ്ട്, ബോണ്ട് പെയറും ഉണ്ട്. ഈ ലോൺ പെയറും ബോണ്ട് പെയറും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇനി ഈ ലോൺ പെയർ തന്നെ വേറെ ഒരു ലോൺ പെയറിനെ, ബോണ്ട് പെയർ തന്നെ വേറെ ബോണ്ട് പെയറിനെ, ഇങ്ങനെ എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൾഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെയാണ് ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ ചെയ്യുന്നത്, റിപ്പൾഷൻ നടത്തുന്നത്, ഏറ്റവും കൂടുതൽ റിപ്പൾസീവ് ഫോഴ്സ് ഉള്ളത് എവിടെയാണ് എന്നതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഡർ ഓഫ് റിപ്പൾഷൻ കണ്ടോട്ടാ. ഒരു ലോൺ പെയർ മറ്റൊരു ലോൺ പെയറിനെ റിപ്പൽ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ലോൺ പെയർ റിപ്പൾഷൻ എന്നാണ് ഇതിനെ വിളിക്കുക. എന്താണ്? ലോൺ പെയർ റിപ്പൾഷൻ. ഒരു ലോൺ പെയർ മറ്റൊരു ലോൺ പെയറിനെ റിപ്പൽ ചെയ്യുന്നതിൻ്റെ സ്ട്രെങ്ത് ആണ് ബാക്കിയുള്ള എല്ലാ ടൈപ്പ് റിപ്പൾസീവ് ഫോഴ്സിനേക്കാളും കൂടുതൽ ഉണ്ടാവുക. അടുത്തതായിട്ട് വരുന്നത് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ ആണ്. ഒരു ലോൺ പെയർ മറ്റൊരു ബോണ്ട് പെയറിനെ റിപ്പൽ ചെയ്യുന്നതാണ് രണ്ടാമത് സ്ട്രെങ്ത്തിൽ വരുന്നത്. അവസാനം വരുന്ന ഒരു ടൈപ്പ് ബോണ്ട് പെയർ റിപ്പൾഷൻ ആണ്. ബോണ്ട് പെയർ റിപ്പൾഷൻ പഠിച്ചല്ല. അപ്പോൾ ഏറ്റവും കുറവ് റിപ്പൾസീവ് ഫോഴ്സ് വരുന്നത് ബോണ്ട് പെയർ റിപ്പൾഷൻ ആണ്. ഏറ്റവും കൂടുതൽ വരുന്നത് ലോൺ പെയർ റിപ്പൾഷൻ ആണ്. ഇതൊക്കെ അറിഞ്ഞു വെക്കുക. എക്സാമ്പിൾസ് ചെയ്യാനാണ് VSEPR തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പോസ്റ്റുലേറ്റ്സ് കഴിഞ്ഞു, ഓർഡർ ഓഫ് റിപ്പൾഷനും കഴിഞ്ഞു. ഇനി അതിൻ്റെ താഴെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ബോർഡിൽ അതിൻ്റെ കോളം വരയ്ക്കാനുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ 1 2 3 4 5 ഹെഡിങ്ങുകൾ 5 കോളമായിട്ട് വരാനുള്ളതാണ്. ഇങ്ങോട്ട് ഇങ്ങനെ കോളം നമ്മൾ വരക്കും. അപ്പോൾ നിങ്ങൾ താഴോട്ട് എന്ത് ചെയ്യരുത്, ഇങ്ങനെ ക്രോസ് ചെയ്യരുത്, ഒരു ഓപ്പൺ കോളം ഇട്ടേക്കുക. എല്ലാം എഴുതി കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾ ക്ലോസ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ താഴെ ഈ ഒരു 5 ഹെഡിങ്, 5 കോളത്തിൻ്റെ ഹെഡിങ് ആയിട്ട് എഴുതിക്കേ. ഒന്നാമത്തെ കോളം സം, ഞാൻ വായിച്ചു തരാം, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എക്സാമ്പിൾ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ നിങ്ങൾ വെറുതെ എൻ്റെ കൂടെ എഴുതിയിട്ട് പോയാൽ മതി, നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും എക്സാമ്പിൾസ് ചെയ്യുന്നതിൻ്റെ സമയത്ത്. അപ്പോൾ ആദ്യം എഴുതുക സം എഴുതുക, സം SUM. അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതേണ്ടത് സിഗ്മ BP. BP എന്ന് പറഞ്ഞാൽ ബോണ്ട് പെയറും LP എന്ന് പറഞ്ഞാൽ ലോൺ പെയറുമാണ് കേട്ടോ. BP എന്നുള്ളതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? ബോണ്ട് പെയർ ആണ്. LP എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോൺ പെയർ ആണ്. ഇത് വായിക്കേണ്ടത് സിഗ്മ BP പ്ലസ് ലോൺ പെയർ. സിഗ്മ ബോണ്ട് പെയറും ലോൺ പെയറിൻ്റെയും സമ്മാണ്. എന്താണ് സാറേ അതൊക്കെ? ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ ഇത് കേട്ടിരുന്നു. രണ്ടാമത്തെ കോളം സിഗ്മ ബോണ്ട് പെയർ, മൂന്നാമത്തെ കോളം ലോൺ പെയർ, നാലാമത്തെ കോളം ഹൈബ്രിഡൈസേഷൻ ആൻഡ് 5th കോളം എന്താണ്? സ്ട്രക്ചർ. ഈ കോളത്തിൻ്റെ ഹെഡിങ് എഴുതുക. ഇവിടെ ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്തു പോകും. ഞാൻ ഫില്ല് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ നിങ്ങളും ഫില്ല് ചെയ്തു പോവുക. എക്സാമ്പിൾ ചെയ്യുമ്പോഴാണ് ഈ കോളം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഹെഡിങ് ഒക്കെ എഴുതി വെച്ചെന്ന് വിചാരിക്കുന്നു. ഹെഡിങ് എഴുതി വെച്ചതിന് ശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. സം എന്ന കോളത്തിൽ 2 എന്നെഴുതുക. സം 2. എന്തെങ്കിലും 2 ആളുകളെ കൂട്ടിക്കഴിഞ്ഞാൽ മിനിമം നമുക്ക് 2 കിട്ടുമല്ലോ അല്ലേ? 2 ആളുകളെ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ചെറിയ സംഖ്യ 2 ആണല്ലോ. അപ്പോൾ 2ൽ നിന്ന് തുടങ്ങാം. 2. ഈ 2 എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇനി വരാൻ പോകുന്ന സിഗ്മ ബോണ്ട് പെയറിൻ്റെയും ലോൺ പെയറിൻ്റെയും എണ്ണങ്ങൾ തമ്മിൽ കൂട്ടിയതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ 2, ഇവിടെ 0. അപ്പോൾ 2ഉം 0യും തമ്മിൽ കൂട്ടിയാൽ എത്ര? 2. കണ്ടില്ലേ? അപ്പോൾ ഇവിടെയും ഞാനിങ്ങനെ എഴുതുന്ന കോമ്പിനേഷൻസിൻ്റെ സമ്മാണ് ഞാൻ ആദ്യം തന്നെ എഴുതി വെക്കുന്നത്. അപ്പോൾ 2 0 ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങളിൽ പലരും ചോദിക്കും, അല്ല സാറേ ഇവിടെ 1 ഇട്ട് കഴിഞ്ഞാലും 1ഉം 1ഉം കൂട്ടിക്കഴിഞ്ഞാൽ 2 കിട്ടൂലേ? നീ പറഞ്ഞത് കറക്റ്റാണ്. ഇവിടെ 1 ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മ് 2 വരും. പക്ഷേ ശ്രദ്ധിച്ച് കണ്ടോളണേ, സിഗ്മ ബോണ്ട് പെയറിൻ്റെ എണ്ണം 2നെക്കാളും കുറവാവാൻ പാടില്ല. VSEPR തിയറി പ്രകാരം നമ്മൾക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സിഗ്മ ബോണ്ട് പെയറിൻ്റെ എണ്ണം 2നെക്കാളും കുറവാവരുത്. കുറവായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു മോളിക്യൂൾ ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞേ. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ VSEPR തിയറി പ്രകാരം അയാളുടെ സ്ട്രക്ചർ കാണേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സിഗ്മ ബോണ്ട് പെയറിൻ്റെ എണ്ണം 1 ആയി കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ ലീനിയർ ആയിരിക്കും.
അതിൽ പിന്നെ ആർക്കും ഡൗട്ടൊന്നുമില്ല. VSEPR തിയറി അപ്ലൈ ചെയ്തിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സിഗ്മ ബോണ്ട് പെയറിൻ്റെ എണ്ണം 2 കുറവാവരുത്. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ ഞാനിവിടെ അടുത്ത സം എഴുതുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. സം 3 ആണ്. അപ്പോൾ പോസിബിൾ കോമ്പിനേഷൻസ് ഞാൻ എഴുതാം. 3 0 എന്നത് ഫസ്റ്റ് കോമ്പിനേഷൻ, 0 കോമ്പിനേഷൻ. പിന്നെ നമുക്ക് 2 1 എന്ന് എഴുതാം. ശരിയല്ലേ? 3 0 കൂട്ടിയാലും 3 ആണ്, 2 1 കൂട്ടിയാലും 3 ആണ്. ഇനി നമുക്ക് 1 2 എന്ന് എഴുതാൻ പറ്റൂല. കാര്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, സിഗ്മ ബോണ്ട് പെയറിൻ്റെ എണ്ണം 2 ചെറുതാവാൻ പാടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ പോസിബിൾ കോമ്പിനേഷൻസ് വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആ മനസ്സിലായ ചൂടിൽ തന്നെ ഞാൻ അടുത്ത സം എഴുതുന്നുണ്ട്. സം 4 ആണെങ്കിലോ? സം 4 ആണെങ്കിൽ പറ മക്കളെ, 4 0 എന്ന് വരാം, 3 1 എന്ന് വരാം, പറ 2 2 എന്നും വരാം. ഇനി വരാൻ പാടില്ല, 2 ഇവിടെ കുറക്കാൻ പാടില്ല. നമ്മൾ ഇവിടെ ഇങ്ങനെ കുറച്ച് വന്ന് ഇവിടെ കൂട്ടി വരികയാണല്ലോ ചെയ്യുന്നത്. 2 ഇത് കുറയാൻ പാടില്ല. അപ്പോൾ ഇവിടെ പോസിബിൾ കോമ്പിനേഷൻസ് ഇത്രയേ ഉള്ളൂ, 4 0 3 1 2 2. ഹൈബ്രിഡൈസേഷനിലേക്ക് കിടക്കാം. മക്കളെ, ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന സാധനം വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. വാട്ട് ഈസ് ഹൈബ്രിഡൈസേഷൻ എന്നത് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. VSEPR തിയറി കഴിഞ്ഞിട്ട് വാട്ട് ഈസ് ഹൈബ്രിഡൈസേഷൻ എന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ പഠിപ്പിക്കും. ഇപ്പോൾ എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്നറിയാതെ തന്നെ ഒരു മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷൻ കാണാനുള്ള വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങൾക്കറിയാം മക്കളെ, എസ് എന്ന് പറയുന്ന ഓർബിറ്റലിൻ്റെ എണ്ണം 1 ആണ് അല്ലേ? എസ് എന്ന് പറയുന്ന ഓർബിറ്റലിൻ്റെ എണ്ണം 1 ആണ്. കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പി എന്ന് പറയുന്ന സബ് ഷെല്ലിലെ ഓർബിറ്റൽസിൻ്റെ എണ്ണം 3 ആണ്. അതും നിങ്ങൾക്കറിയാലോ, S 1 P 3. അടുത്തത് ഡി ആണല്ലോ. ഡി എന്ന് പറയുന്ന സബ് ഷെല്ലിലെ ഓർബിറ്റൽസിൻ്റെ എണ്ണം 5 ആണ്. 1 2 3 4 വരെ ഇട്ട് കഴിഞ്ഞാൽ 5 ബോക്സ് കിട്ടും. അപ്പോൾ SP-D എന്ന് പറയുന്ന സബ് ഷെല്ലുകളുടെ ചിത്രമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. എസിൻ്റെ എണ്ണം 1, പിയുടെ എണ്ണം 3, ഡിയുടെ എണ്ണം 5. പഠിച്ചോ? ഇത് 3 എന്ത് നമ്മളിപ്പോൾ ഹൈബ്രിഡൈസേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലിങ്ക് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന ഒരു വിവരവുമായിട്ട് കെട്ടിവെച്ച് കഴിഞ്ഞാൽ മറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അത് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഇയാളുടെ ഹൈബ്രിഡൈസേഷൻ കാണാൻ അതിൻ്റെ സം എത്രയാണെന്ന് നോക്കിയാൽ മതി. 2 0 കൂട്ടിയാൽ എത്ര? 2. സം 2 ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ 2 വരെ എണ്ണുക. 1 2 2 വരെ എണ്ണുക. 1 2 എണ്ണി ഒരു തല മുതൽ S മുതൽ അങ്ങോട്ട് എണ്ണുകയാണേ. അപ്പോൾ നിങ്ങളുടെ എണ്ണം എത്തി നിന്നത് എവിടെയാണ്? ദേ ഇവിടെ, ഈ ബോക്സിനകത്താണ്. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ആരെയൊക്കെയാണ് എണ്ണിയത്? നിങ്ങളിവിടെ ഒരു എസ്സിനെ എണ്ണി. അപ്പോൾ ഞാൻ ഹൈബ്രിഡൈസേഷൻ എന്നുള്ള കോളത്തിൽ എസ് എന്ന് എഴുതിയേ. പിന്നെ നിങ്ങൾ എണ്ണിയത് ഒരു പി എണ്ണി അല്ലേ? 3 P ഇവിടെ ഉണ്ടെങ്കിലും അതിൽ നമ്മുടെ എണ്ണം എത്തി നിന്നത് ഒരു പിയിൽ മാത്രമല്ലേ? 3 P ഉണ്ടെങ്കിലും ഒരു ബോക്സിൽ മാത്രമല്ലേ നമ്മുടെ എണ്ണം എത്തി നിന്നിട്ടുള്ളൂ. അപ്പോൾ എത്ര പി എണ്ണി എന്ന് ചോദിച്ചാൽ ഒരു പി എണ്ണി. അപ്പോൾ ഞാനിവിടെ എഴുതി പി. കഴിഞ്ഞു. നിങ്ങൾ എണ്ണിയത് ഏതുവരെയാണോ ആ ആളുകളെ എടുത്തെഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹൈബ്രിഡൈസേഷൻ. നിങ്ങൾ എണ്ണിയത് ഒരു എസ്സും ഒരു പിയുമാണ്. ദെർഫോർ ഹൈബ്രിഡൈസേഷൻ ഈസ് SP. കഴിഞ്ഞു. ഹൈബ്രിഡൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ SP. അടുത്തത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ഇത് 3 0 അല്ലേ? 3ഉം 0യും കൂട്ടിക്കഴിഞ്ഞാൽ സം 3 വരും. ഇത് 2 1 അല്ലേ? 2 1 എന്ന് പറഞ്ഞാൽ 2ഉം കൂട്ടിക്കഴിഞ്ഞാലും സം 3 വരും. അപ്പോൾ ഇവർ 2 പേർക്കും ഒരേ ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. സം 3ൻ്റെ അണ്ടറിൽ വരുന്ന 2 ആളുകളാണല്ലോ. സം 3 ആണോ? ഹൈബ്രിഡൈസേഷൻ സെയിം ആണ്. അതിന് ഏത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ആണെങ്കിലും സം 4 ആയ 3 കോമ്പിനേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ 3 പേർക്കും പറ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സം നോക്കിയിട്ടാണ് ഹൈബ്രിഡൈസേഷൻ എഴുതുന്നത്. പറ 3 എന്നാണ് സം വരുന്നതെങ്കിൽ നിങ്ങൾ 3 വരെ എണ്ണണം. 1 2 3 2 വരെ നേരത്തെ നമ്മൾ എണ്ണി വെച്ചായിരുന്നല്ല, 3ലേക്ക് പോയി. ഇനി പറ എന്താണ് ഇവിടെ ഡിഫറൻസ്? നിങ്ങളിവിടെ ഒരു എസ് മാത്രമാണ് എണ്ണിയത്, ശരി. പക്ഷേ നിങ്ങളിവിടെ 2 P എണ്ണിയിട്ടുണ്ട്. നേരത്തേതിൽ നിന്നുള്ള ഡിഫറൻസ് അല്ലേ? ഒരു P കൂടി എക്സ്ട്രാ എണ്ണിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എണ്ണിയ പിയുടെ എണ്ണം 2 ആയി. അപ്പോൾ ഞാനിവിടെ ഹൈബ്രിഡൈസേഷൻ പറയുന്നത് ശ്രദ്ധിച്ചോ, SP2.
എത്ര പി എണ്ണി? 2 പി എണ്ണി. അതുകൊണ്ടാണ് sp2 വന്നത്. 3-0 കോമ്പിനേഷൻ ആണെങ്കിലും 2-1 കോമ്പിനേഷൻ ആണെങ്കിലും ഹൈബ്രിഡൈസേഷൻ sp2 തന്നെ. എന്തുകൊണ്ട്? നമ്മൾ ഇത് രണ്ടും കൂട്ടിയിട്ടുള്ള സമ്മാണ് നോക്കുന്നത്. ആ സമ്മ് വരെയാണ് നമ്മൾ എണ്ണിയത്. നെക്സ്റ്റ് കോമ്പിനേഷൻ സമ്മ് 4 വരുന്ന കോമ്പിനേഷനാണ്. 4-0 ആണെങ്കിലും 3-1 ആണെങ്കിലും 2-2 ആണെങ്കിലും സമ്മ് 4 ആണ്. അപ്പോൾ നമ്മൾ എസ് മുതൽ അങ്ങോട്ട് 4 വരെ എണ്ണണം. ഇവിടെ 4 വരെ എണ്ണി മക്കളെ. അപ്പോൾ നിങ്ങൾ ആരെയൊക്കെ എണ്ണി എന്നതൊന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹൈബ്രിഡൈസേഷൻ. ആരെയൊക്കെ എണ്ണി? ഒരു എസ്സിനെ എണ്ണി, 3 പി എണ്ണി. അപ്പോൾ sp3 ഹൈബ്രിഡൈസേഷൻ. ഇയാളും sp3 ഹൈബ്രിഡൈസേഷൻ, ഇയാളും sp3 ഹൈബ്രിഡൈസേഷൻ. എന്തുകൊണ്ട്? എല്ലാത്തിൻ്റെയും സമ്മ് വരുന്നത് 4 ആയതുകൊണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, വാട്ട് ഈസ് ഹൈബ്രിഡൈസേഷൻ എന്നതിൻ്റെ കൺസെപ്റ്റ് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്നത് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. ആ ഹൈബ്രിഡൈസേഷൻ്റെ കൺസെപ്റ്റ് അറിയാതെ തന്നെ VSEPR തിയറി പ്രകാരം ഒരു മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. എക്സാമ്പിൾസിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാകും. ഇപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഈ കോളം കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. ഞാൻ ആ സൈഡിൽ ചെയ്ത പണിയൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കാൻ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു പണി കൂടിയുണ്ട്. 2 എന്നതിൻ്റെ താഴെ നീട്ടിയൊരു വര വരക്കണം. സമ്മ് 3 വരുന്ന എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ട് വേറൊരു വര വരക്കണം. സമ്മ് 4 വരുന്ന 3 പേരെയും ഉൾക്കൊള്ളിച്ചിട്ട് താഴെ ഒരു വര വരക്കണം. ഞാൻ ഈ വലിയ ബോർഡിൽ നീട്ടി വര വരച്ചു കഴിഞ്ഞാൽ അത് പല ഭാഗങ്ങളിലേക്ക് പോയി ആകെ വൃത്തികേടാകും. നിങ്ങൾ നോട്ട്ബുക്കിൽ സ്കെയിൽ വെച്ചിട്ട് സമ്മ് 2 വരുന്ന എല്ലാവരെയും, സമ്മ് 3 വരുന്ന എല്ലാവരെയും, സമ്മ് 4 വരുന്ന എല്ലാവരെയും, സമ്മ് 5 വരുന്നവനെയും സമ്മ് 6 വരുന്നവനെയും ഒക്കെ സെപ്പറേറ്റ് റോ ആക്കി മാറ്റി വെച്ചോളണം. ഇനി സ്ട്രക്ചറിലേക്ക് പോവാം. സ്ട്രക്ചർ മക്കളെ ശ്രദ്ധിച്ചോളണേ. 2-0 എന്ന കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ സ്ട്രക്ചർ ഈസ് ലീനിയർ. സ്ട്രക്ചർ ഈസ് ലീനിയർ എഴുതി വെക്ക്. 2-0 എന്ന കോമ്പിനേഷൻ അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും. 2 സിഗ്മ ബോണ്ട് പെയറും 0 ലോൺ പെയറുമാണ് ഉള്ളത്. ഞാൻ കാണിച്ചു തരാം. 2 സിഗ്മ ബോണ്ട് പെയറും 0 ലോൺ പെയറുമാണ് ഉള്ളത്. ഇതാണ് ഒരു സിഗ്മ ബോണ്ട് പെയർ എന്ന് ആലോചിക്കുക. ഇതാണ് വേറൊരു സിഗ്മ ബോണ്ട് പെയർ എന്ന് ആലോചിക്കുക. ഈ സിഗ്മ ബോണ്ട് പെയറുകൾ ഒരു മോളിക്യൂളിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാ ഇലക്ട്രോൺ പെയറുകളും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൾഷൻ നടത്തും. അപ്പോൾ ഈ ഇലക്ട്രോൺ പെയറും ഈ ഇലക്ട്രോൺ പെയറും റിപ്പൾഷൻ നടത്തും. എപ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഈ റിപ്പൾഷൻ അവർ എവിടെ കൊണ്ടുപോയി നിർത്തും, എവിടെ കൊണ്ടുപോയി ഈ റിപ്പൾഷൻ അവസാനിപ്പിക്കും? അവർ തമ്മിൽ മാക്സിമം അകലത്തിലെത്തുവോളം അവർ റിപ്പൽ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ രണ്ടാളുകൾ ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന രണ്ടാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽ ചെയ്ത് അവർ തമ്മിലുള്ള അകലം കൂട്ടി 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 കൊണ്ടുവരും. ഇപ്പം ഇയാൾ 180 ഡിഗ്രിയാണ്. ഇനിയും അവരുടെ അകലം കൂട്ടിയിട്ട് കാര്യമില്ല. കാര്യം ഇതിലെങ്ങനെ അകലം കൂട്ടുന്നതിനനുസരിച്ച് മറുഭാഗത്തിലൂടെ അവരുടെ അകലം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക അല്ലേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി അവരുടെ അകലം കുറയാണ് ചെയ്യുക. അപ്പോൾ അവർ തമ്മിലുള്ള മാക്സിമം അകലം എന്ന് പറയുന്നത് ഈ 180 ഡിഗ്രിയിലാണ്. രണ്ടാളുകൾ ഇങ്ങനെ 180 ഡിഗ്രിയിൽ നിൽക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇയാൾ നേരെ ഒരു വര പോലെ ഉണ്ടാകും. ദാറ്റ് ഈസ് വൈ ദ സ്ട്രക്ചർ ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് ലീനിയർ. ലീനിയർ എന്ന് പറഞ്ഞാൽ നേരെ. മനസ്സിലായല്ലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് ഒരു ബോണ്ട് പെയർ കൂടി ഇതിലുണ്ടെന്ന് വിചാരിച്ചു. ഒരു ബോണ്ട് പെയർ കൂടി ഇതിലുണ്ടെന്ന് വിചാരിച്ചു. ഈ ബോണ്ട് പെയർ കൂടി ഉണ്ടെങ്കിൽ 3 ആളുകൾ തമ്മിലുള്ള റിപ്പൾഷനാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവണേ. 3 ആളുകൾ തമ്മിലുള്ള റിപ്പൾഷൻ്റെ പര്യവസാനം എന്തായിരിക്കും? ഇവർക്കിടയിൽ മാക്സിമം അകലം തുല്യമായി കിട്ടുന്നതുവരെ, സെയിമായി ഈക്വലായി കിട്ടുന്നതുവരെ ഇവർ റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ടോട്ടൽ ഒരു സർക്കിൾ 360 ഡിഗ്രി ആണല്ലോ. ഒരു സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രിയെ 3 ഈക്വൽ പാർട്ടാക്കിയിട്ട്, അഥവാ ഓരോന്നും 120 ഡിഗ്രി വരെ ആക്കിയിട്ട് ഇവരെന്ത് ചെയ്യും? മാക്സിമം റിപ്പൾഷനിൽ പോയി നിൽക്കും. ഇതാണ് ഇപ്പോൾ ഇവരുടെ മാക്സിമം റിപ്പൾഷൻ സ്റ്റേജ്. നമ്മൾ പുറത്തു നിന്ന് ഇവരുടെ സ്ട്രക്ചറാണ് നോക്കുന്നത്. ഇതൊക്കെ ഉള്ളിലുള്ള എന്താണ്? ബോണ്ടുകളാണ്. ബോണ്ടുകൾ നമുക്ക് അറിയാവുന്നത് കൊണ്ട് കാണിച്ചു തന്നാണ്. പക്ഷെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അയാളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് അല്ലേ നോക്കുള്ളൂ. അയാളുടെ മാംസത്തിനകത്ത് അയാളുടെ എല്ലുകൾ എങ്ങനെ പോയി കിടക്കുന്നു, അയാളുടെ ബോൺസ് എങ്ങനെയാണെന്നുള്ളതൊന്നും അല്ല നമ്മൾ നോക്കുക. ആ ബോൺസിന് മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫ്രെയിം വർക്കാണ് നമ്മുടെ സ്ട്രക്ചർ. അങ്ങനെയല്ലേ നമ്മൾ സ്ട്രക്ചർ പറയുക. ഇങ്ങോട്ട് നോക്കിക്കേ. ഈ 3 ആളുകൾ ഇതിൻ്റെ ബോണാണ്.
ഉള്ളിലുള്ള എല്ലുകളാണ്. ഇതിൻ്റെ സ്ട്രക്ചർ പറയാന്ന് പറഞ്ഞാൽ നമ്മൾ ഇയാളെ പുറത്തുനിന്ന് നോക്കണം. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കോണാണ്, ഇതൊരു കോർണറാണ്, ഇതൊരു കോർണറാണ്. ഇങ്ങനെ 3 കോർണറുകളുണ്ട്. ഈ 3 കോർണറിനെയും കണക്ട് ചെയ്തിട്ട് ഓരോ ലൈൻ സങ്കല്പിക്കുക. 3 കോർണറിനെയും കണക്ട് ചെയ്ത ഒരു ലൈൻ സങ്കല്പിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും, ഒരു ത്രികോണം കിട്ടും. ആ ത്രികോണം എന്ന് പറയുന്നത് ഒരു പ്ലെയിനിൽ വെക്കാൻ പറ്റിയ ത്രികോണമാണ്. പ്ലെയിനിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു മേശപ്പുറത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പരന്ന് കിടക്കുന്ന സ്ട്രക്ചറുകളെയാണ് നമ്മൾ പ്ലെയിനിൽ വെക്കാൻ പറ്റിയതെന്ന് പറയാം. അതിനെ നമ്മൾ പ്ലനാർ സ്ട്രക്ചർ എന്നാ പറയാം. അല്ലാതെ പിരമിഡ് പോലെ അല്ല. പിരമിഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിലോട്ട് എന്തുണ്ടല്ലോ, ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഉണ്ടല്ലോ. ഇത് 2 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. ഒരു പ്ലെയിനിൽ നമുക്ക് ഇങ്ങനെ ഒരു കടലാസിൽ വരയ്ക്കാൻ പറ്റിയ സ്ട്രക്ചറാണ് എന്നർത്ഥം. അപ്പോൾ അതാണ് ഇനി 3-0 കോമ്പിനേഷനിൽ സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. ശ്രദ്ധിച്ചോ, 3-0 കോമ്പിനേഷൻ ആണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഞാനിവിടെ എഴുതുന്നുണ്ട്, എഴുതി വെച്ചോ. ട്രയഗണൽ പ്ലനാർ. ട്രയഗണൽ പ്ലനാർ എഴുതു മക്കളെ. ട്രയഗണൽ പ്ലനാർ 3-0 കോമ്പിനേഷൻ ആണെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, ട്രയഗണൽ പ്ലനാർ. ഓക്കെ, ട്രയഗണൽ പ്ലനാർ. ഇനി അതിൻ്റെ തന്നെ 3-0 കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്ട്രക്ചർ ഏതാ വരുന്നത്? 2-1 അല്ലേ? 2-1 അല്ലേ? 2-1. ഈ 2-1 ഉണ്ടാകുന്നത് 3-0യിൽ നിന്നാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണല്ലോ നമ്മൾ 3-0യുടെ സ്ട്രക്ചർ കാണിച്ചു തന്നെ. 3-0 എന്ന് പറഞ്ഞാൽ ട്രയഗണൽ പ്ലനാർ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ട്രയഗണൽ പ്ലനാർ അതിനി 2-1 ആവണം. അതായത് ഈ 3 ബോണ്ട് പെയറിൽ നിന്ന് 1 നഷ്ടപ്പെടണം. അപ്പോഴാണല്ലോ 3 എന്നത് 2 ആയി മാറിയത്. പകരം അവിടെ ഒരു എന്ത് വരും? ലോൺ പെയർ വരും അല്ലേ? ലോൺ പെയറിൻ്റെ എണ്ണം 1 കൂടും. അപ്പം മക്കളെ നോക്കിക്കേ, ഇതിപ്പോൾ 3 ബോണ്ട് പെയർ ആണ്. അതിൽ നിന്നൊരു ബോണ്ട് പെയർ പോകണം. ഒരു ബോണ്ട് പെയർ പോയി. അതിന് പകരം പോയത് നിങ്ങൾ കണ്ടല്ലോ, ഒരു ബോണ്ട് പെയർ അവിടെ നിന്ന് ഊരിപ്പോകുന്നത് നിങ്ങൾ കണ്ടു. അതിന് പകരം അവിടെ ഒരു ലോൺ പെയർ വരണം. അവിടെ ഒരു ലോൺ പെയർ വന്നിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? ഇതേടാ നോക്കടാ, ഈ ഒരു 2 ബോണ്ട് പെയറിന് മുകളിൽ ഒരു ലോൺ പെയർ വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നില്ല. കാരണം ലോൺ പെയർ വന്നാലും നിങ്ങൾ കാണൂല. അപ്പോൾ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത് ആര് മാത്രമായിരിക്കും? പറ. ബോണ്ട് പെയർ മാത്രമായിരിക്കും. ബോണ്ട് പെയർ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു ലോൺ പെയർ വന്നാലും നമ്മളത് സ്ട്രക്ചറായിട്ട് കാണൂല. അവിടെ ലോൺ പെയർ ഉണ്ട് എന്ന് ഉറപ്പാ. അതുകൊണ്ടാണല്ലോ ഇവരിങ്ങനെ ഒടിഞ്ഞു നിൽക്കണേ. അവിടെ ഒരു ലോൺ പെയർ ഉണ്ടായതുകൊണ്ടാണ്. ആ ലോൺ പെയറിൻ്റെ റിപ്പൾഷൻ കാരണമാണ് ഇവരിപ്പോഴും ഈ സ്റ്റേജ്, ഈ ഒരു സ്ട്രക്ചർ അവർ കീപ്പ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അവിടെ ആരും ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ തമ്മിലുള്ള അകലം മാക്സിമം കൂടി 180 ആകുമായിരുന്നു. പക്ഷെ ഞാൻ കൈയെടുത്ത് കഴിഞ്ഞാൽ അവർ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. എന്തുകൊണ്ട്? മുകളിൽ എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ലോൺ പെയറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കാണാൻ പറ്റൂല. അപ്പൊ നമ്മൾ സ്ട്രക്ചർ പറയുമ്പോൾ ഈ കാണുന്നത് എന്ത് അത് പറഞ്ഞാൽ മതി, ലോൺ പെയറിനെ പറയണ്ട. ഈ കാണുന്ന സ്ട്രക്ചറിന് എന്താണ് പേര്? ദിസ് ഈസ് കോൾഡ് ബെൻഡ് ഷേപ്പ്. ദിസ് ഈസ് പറഞ്ഞാൽ ഒടിഞ്ഞത് എന്നാണല്ലോ, ബെൻഡ് ഷേപ്പ്. ഓർ ഇറ്റ് ഈസ് കോൾഡ് ആംഗുലാർ എന്നും പറയും. ആംഗുലാർ എന്ന് പറഞ്ഞാലും അത് തന്നെ, ഒടിഞ്ഞു തൂങ്ങിയത്. അതല്ലെങ്കിൽ ഇതിനെ ഒരു പേരും കൂടി വിളിക്കും. ദിസ് ഈസ് കോൾഡ്, ഇങ്ങനെയാണെന്നല്ല, ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് വി പോലെ ആയില്ലേ. ദെർഫോർ ഇറ്റ് ഈസ് കോൾഡ് വി ഷേപ്പ്. വി ഷേപ്പ് എന്നും പേര് വിളിക്കാം. വി ഷേപ്പ് എന്നും പേര് വിളിക്കാം. പഠിച്ചോ? അപ്പോൾ അതൊക്കെയായി സം 3 വരുന്ന എല്ലാവരുമായി ട്രൈഗണൽ, പ്ലനാർ, ബെൻഡ്, ആംഗുലാർ, വി ഷേപ്പ് 3ഉം ഒരു പേരാണ്, ഒരാളുടെ പേരാണ്. ഇനി ഒന്ന് സ്പീഡാക്കുകയാണെ. 4-0 വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ അങ്ങോട്ട് പഠിച്ചാൽ മതി. അതിൻ്റെ സ്ട്രക്ചർ 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. ചോക്ക് വെച്ച് കാണിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതൊന്ന് എഴുതി വെക്കൂ. 4-0 സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് എഴുതി വെച്ചോ. ടെട്രാഹീഡ്രൽ ആണ്. ടെട്രാഹീഡ്രൽ ആദ്യം എഴുതി വെക്കൂ, ഞാൻ കാണിച്ചു തരാം. ടെട്രാഹീഡ്രൽ. ടെട്രാഹീഡ്രൽ 3-1 എന്ന് പറയുന്ന ഇതാവുമ്പോൾ ടെട്രാഹീഡ്രലിൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ, അപ്പോഴാണല്ലോ 4ൽ നിന്ന് 1 പോയാൽ 3 ആവുക. ടെട്രാഹീഡ്രലിൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ പഠിക്കേണ്ടത് ഇങ്ങനെ ട്രയഗണൽ പിരമിഡൽ. എഴുതി വെച്ചോ. ട്രയഗണൽ പിരമിഡൽ. ഞാൻ കാണിച്ചു തരാം സ്ട്രക്ചറുകൾ, ഞാൻ കാണിച്ചു തരാം. ട്രയഗണൽ പിരമിഡൽ 2-2 കോമ്പിനേഷൻ ആണെങ്കിൽ, അതായത് ട്രയഗണൽ പിരമിഡിൽ നിന്ന് 1 കൂടി പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആംഗുലാർ. അതും എന്തുതന്നെയാണ്? ആംഗുലാർ ആണ്. അല്ലെങ്കിൽ വി ഷേപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ബെൻഡ് എന്ന് പറയും. ആ പറയുന്ന മുകളിൽ പറഞ്ഞ എല്ലാ വാക്കുകളും ഇവിടെയും അപ്ലിക്കബിൾ ആണ്. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് ചോക്ക് വെച്ചൊന്ന് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് കണ്ടോളണേ. നല്ല ബുദ്ധിമുട്ടാണ് ഇത് കാണിച്ചു തരാൻ, എന്നാലും ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും 4 ആളുകളാണ് ഇവിടെ അല്ലേ. അപ്പോൾ ഞാൻ 4 ചോക്ക് എടുത്തിട്ടുണ്ട്.
4 ആളുകൾക്ക് മാക്സിമം അകലത്തിൽ നിൽക്കാൻ പറ്റിയ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ചില ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് എല്ലാ ആളുകൾക്കിടയിലുള്ളതും 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. എല്ലാ ആളുകൾക്കിടയിലുള്ളതും 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കണേ, ഈ 2 ആളുകൾക്കിടയിൽ 90 ഡിഗ്രി അല്ലേ അകലം വന്നിട്ടുള്ളൂ. ഇതിനേക്കാളും അകലം വരുന്ന മറ്റൊരു സ്ട്രക്ചർ പോസിബിൾ ആണ്. ദാറ്റ് ഈസ് കോൾഡ് ടെട്രാഹീഡ്രൽ. എന്താണ് വ്യത്യാസം? ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ പറയുന്നത് 2 ഡയമെൻഷണൽ ചിത്രത്തിലാണ്. ഇതിനൊന്ന് 3 ഡയമെൻഷണൽ ആക്കി മാറ്റി കഴിഞ്ഞാൽ, അതായത് 3 ഡയമെൻഷനലി ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഇവർക്കിടയിലുള്ള അകലം 90 ഡിഗ്രിയേക്കാളും കൂടുതലാക്കാൻ പറ്റിയ മറ്റൊരു സ്ട്രക്ചർ പോസിബിൾ ആണ്. ദാറ്റ് ഈസ് ടെട്രാഹീഡ്രൽ. ഇതാണ് മക്കളെ ടെട്രാഹീഡ്രൽ സ്ട്രക്ചറിൻ്റെ ഇൻറ്റേർണൽ ബോണ്ടുകൾ, ഉള്ളിലുള്ള സ്ട്രക്ചർ. അപ്പോൾ ഉള്ളിലുള്ളത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ പുറമേ ഉള്ളത് നിങ്ങൾ ആലോചിക്കണം. ഈ ഒരു 4 കോർണറുകളും തമ്മിൽ കൂട്ടി വരക്കുന്ന വരകൾ, ആ വരകൾ കൂട്ടി വരച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ചിന്തിക്കണം. അതാണ് ടെട്രാഹീഡ്രൽ. ഒന്ന് നോക്കിക്കേ, ഒരു ത്രികോണത്തിൻ്റെ 3 കോർണറുകളിലേക്ക് 3 ബോണ്ട്, പിന്നെ അതിൽ നിന്ന് മുകളിലേക്ക് ഒരു ബോണ്ട്. ഇങ്ങനെയാണ് ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ. ഈ ടെട്രാഹീഡ്രൽ സ്ട്രക്ചറിൻ്റെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സിമ്മട്രിക്കൽ ജോമെട്രിയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ബോണ്ടുകൾക്കിടയിലുമുള്ള ബോണ്ട് ആംഗിൾ എന്താണ്? ഒരുപോലെയാണ്. നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ 2 ആംഗിളിനൊന്ന് നോക്കിക്കേ, ഈ മുകളിലോട്ടുള്ള ചോക്കും സൈഡിലോട്ടുള്ള ഈ ചോക്കും തമ്മിലുള്ള ആംഗിൾ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90. നേരത്തെ ഞാൻ പിടിച്ച 90-നേക്കാളും ഇവിടെ കൂടുതലാണ്. അപ്പോൾ ആ 90-നേക്കാളും കൂടുതലായിട്ട് നിൽക്കാൻ പറ്റിയ ഒരവസ്ഥയുണ്ട്. അതാണിത്. ഇനി ഞാൻ ഇതിനെ എങ്ങനെ തിരിച്ചാലും ഇത് ഒരുപോലെ ആയിരിക്കും. താഴോട്ട് 3 മുകളിലോട്ട് 1. കണ്ട, ഇതിപ്പോഴും താഴോട്ട് 3 മുകളിലോട്ട് 1. ഇങ്ങനെ പിടിച്ചാലും താഴോട്ട് 3 മുകളിലോട്ട് 1. ഇങ്ങനെ പിടിച്ചാലും താഴോട്ട് 3 മുകളിലോട്ട് 1. ഇങ്ങനെ പിടിച്ചാലും താഴോട്ട് 3 മുകളിലോട്ട് 1. എങ്ങനെ പിടിച്ചാലും ഇതെന്താണ്? ഒരുപോലെയുള്ള സ്ട്രക്ചറാണ്. ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് കോൾഡ് സിമ്മട്രിക്കൽ ജോമെട്രി. എല്ലാ ഭാഗവും ഒരുപോലെയാണ്. ഇനി ഇപ്പോൾ ടെട്രാഹീഡ്രൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ടെട്രാഹീഡ്രൽ, ഈ ടെട്രാഹീഡ്രലിൽ നിന്ന് 1 പോകണം. 4 എണ്ണത്തിൽ നിന്ന് 1 പോയി. 1 പോവുകയാണെങ്കിൽ ഇതാ 1 പോയി, ഇതേ പോയി, 1 പോയി. പകരം ഒരു ലോൺ പെയർ വന്നു. ലോൺ പെയർ വന്നാലും നിങ്ങൾ കാണാൻ പോണില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, ശരിയല്ലേ? ലോൺ പെയർ വന്നാലും കാണൂല, പക്ഷെ അതിൻ്റെ എഫക്റ്റ് ഇവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് നേരത്തെയുള്ള ഒടിവുകളും വളവുകളും ബെൻഡിങ്ങും ഒക്കെ ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. ഇതാണ് പുതിയ സ്ട്രക്ചർ. നോക്കിയാൽ കാണാം, ഒരു പിരമിഡ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നോക്കിക്കേ, ഇതിൻ്റെ ഗ്രൗണ്ട് ഈ 3 കോർണറുകളൊന്ന് കൂട്ടി വരച്ച്, അപ്പോൾ അടിയിലൊരു ട്രയാങ്കിളും അതിന് മുകളിലൊരു പിരമിഡും. ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് കോൾഡ് ട്രയഗണൽ പിരമിഡൽ. എന്താണ്? അടിയിലൊരു ട്രയാങ്കിൾ, ട്രയഗണൽ, മുകളിലോട്ട് പിരമിഡൽ. പഠിച്ചോ? ട്രയഗണൽ പിരമിഡൽ സ്ട്രക്ചർ. അടുത്തതാകുമ്പോൾ 2 ആണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം കൂടി ഊരിക്കൊണ്ടുപോകണം. ഇതേ ഒരെണ്ണം കൂടി ഊരിക്കൊണ്ടുപോയി ബാക്കി എന്താ? ബെൻഡ്. നേരത്തെ പഠിപ്പിച്ച സ്ട്രക്ചർ. ഓർ ഇറ്റ് ഈസ് കോൾഡ് ആംഗുലാർ, ഓർ ഇറ്റ് ഈസ് കോൾഡ് വി ഷേപ്പ്. മനസ്സിലായോ മക്കളെ? അപ്പോൾ കോമ്പിനേഷൻസ് 2 സമ്മ് വരുന്നതും 3 സമ്മ് വരുന്നതും 4 സമ്മ് വരുന്നതും നമ്മൾ ഇനി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 5 സമ്മ് വരുന്നതാണ്. സമ്മായിട്ട് 5 വരുന്നതാണ്. അപ്പോൾ ഞാൻ ബോർഡൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ എഴുതി വെച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ സമ്മ് 5ലേക്ക് കിടക്കുകയാണ്. സമ്മ് 5 ശ്രദ്ധിച്ച് കണ്ടോളേ. സമ്മ് 5 ഒന്ന് സ്പീഡാക്കുന്നു. സമ്മ് 5 ആണെങ്കിൽ പോസിബിൾ കോമ്പിനേഷൻസ് 5 0 4 1 3 2 2 3. നിങ്ങൾക്ക് മനസ്സിലായി. നേരത്തെ ചെയ്തതുപോലെ നമ്മൾ എഴുതുമ്പോൾ ഇത് 2 വരെ ഇവിടെ മിനിമം കുറയാം. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാ കോമ്പിനേഷൻസും എഴുതി. ഹൈബ്രിഡൈസേഷനിലേക്ക് കിടക്കുന്നു. ഹൈബ്രിഡൈസേഷൻ ആകുമ്പോൾ സമ്മ് 5 ആയതുകൊണ്ട് 5 വരെ എണ്ണണം. ആരൊക്കെയാണ് എണ്ണിയത് എന്ന് ഇവിടെ എടുത്തെഴുതിയാൽ മതി. ഒരു എസും 3 പിയും ഒരു ഡിയുമാണല്ലോ എണ്ണിയെഴുത്. അപ്പോൾ sp3d എന്നതാണ് ഹൈബ്രിഡൈസേഷൻ. ഈ 4 പേരുടെയും സ്ട്രക്ചർ ഇനി ഞാൻ ചോക്ക് വെച്ച് കാണിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എഴുതി വെക്കാം, നിങ്ങൾ എൻ്റെ കൂടെ എഴുതുക. സ്ട്രക്ചർ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് കിടക്കുന്നത് എന്നത്. എന്നാലും നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു വെക്കൽ ഇവിടെ നിർബന്ധമാണ്. 5 0 കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ സ്ട്രക്ചർ ട്രയഗണൽ ബൈ പിരമിഡൽ. എഴുതി വെച്ചോ, ട്രയഗണൽ ബൈ പിരമിഡൽ. ട്രയഗണൽ ബൈ പിരമിഡൽ. മക്കളെ, ട്രയഗണൽ ബൈ പിരമിഡൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാം. ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ മുകളിലോട്ടൊരു പിരമിഡ്, അതേ ട്രയാങ്കിളിൻ്റെ താഴോട്ടും ഒരു പിരമിഡ്. അപ്പോൾ ടോട്ടൽ 2 പിരമിഡുകൾ ഇങ്ങനെ ബേസ് ഒട്ടിച്ചു വെച്ചതുപോലെ ഉണ്ടാവും. ദാറ്റ് സ്ട്രക്ചർ ഈസ് കോൾഡ് ട്രയഗണൽ ബൈ പിരമിഡൽ.
4 1 കോമ്പിനേഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സീസോ സ്ട്രക്ചർ. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ സീസോ. പാർക്കിലൊക്കെ ഇത് ഇങ്ങനെ ഒരു സെൻറ്ററിൽ ഇങ്ങനെ ഒരു കണക്ഷൻ വെച്ച് 2 സൈഡിൽ ആളുകൾ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 ആളുകൾ ഇങ്ങനെ ആടുന്ന ഒരു സംഭവം പാർക്കുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിലെ ഓരോ ബോണ്ടും ഓരോ വരയും ഓരോ ബോണ്ടായിട്ട് വിചാരിക്കും. ഇത് ഇങ്ങോട്ടൊരു ബോണ്ട്, ഇങ്ങോട്ടൊരു ബോണ്ട്, ഇങ്ങോട്ടൊരു ബോണ്ട്, ഇങ്ങോട്ടൊരു ബോണ്ട്. ടോട്ടൽ എത്ര ബോണ്ടായി? 4 ബോണ്ടായി. അതാണ് 4 1. ഒന്നുണ്ട്, അത് ലോൺ പെയർ ആണ്. അത് നമ്മൾ കാണൂല, അത് ഇവിടെ ഉണ്ട്, പക്ഷെ അത് നമ്മൾ കാണൂല. ലോൺ പെയറിനെ നമ്മൾ കാണൂലല്ലോ. അപ്പോൾ കാണുന്ന ആളുകളെ വെച്ചിട്ട് നമ്മൾ അതിനെന്ത് പേര് വിളിച്ചു? സീസോ സ്ട്രക്ചർ എന്ന് പേര് വിളിച്ചു. ആൻഡ് 3-2 കോമ്പിനേഷൻ ആണെങ്കിൽ ടി ഷേപ്പ് എഴുതി വെച്ചോട്ടാ. ടി ഷേപ്പ് 3-2 കോമ്പിനേഷൻ ആണെങ്കിൽ ടി ഷേപ്പ്. 2-3 കോമ്പിനേഷൻ ആണെങ്കിൽ ലീനിയർ. 2-3 കോമ്പിനേഷൻ ആണെങ്കിൽ എന്താണ്? ലീനിയർ. ഓക്കെ, 2-3 കോമ്പിനേഷൻ ആണെങ്കിൽ ലീനിയർ. പഠിച്ചോ മക്കളെ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് എഴുതി വെക്കൂ കേട്ടോ. നമുക്കതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് കാണിച്ചു തരാം. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കൂ. ആദ്യം ഈ ടേബിൾ ഒന്ന് ഞാൻ കംപ്ലീറ്റ് ആക്കട്ടെ. സമ്മ് 6 വന്നാൽ ശ്രദ്ധിച്ചു കണ്ടോളണേ. സമ്മ് 6 വന്നാൽ പോസിബിൾ കോമ്പിനേഷൻസ് ആദ്യം പറയാം. 6 0 എന്ന് വരാം, 5 1 എന്ന് വരാം, 4 2 എന്ന് വരാം. ഇനിയും നിങ്ങൾക്ക് എഴുതാൻ പറ്റും 3 3 2 4 എന്നൊക്കെ എഴുതാൻ പറ്റും. പക്ഷെ അങ്ങനെയൊന്നും സ്ട്രക്ചർ പോസിബിൾ അല്ല. അപ്പോൾ സമ്മ് 6 വരുന്നതിൽ 3 എണ്ണം പഠിച്ചാൽ മതി. 6 0 5 1 4 2. ഹാപ്പി ആണല്ലോ? അത് മാത്രം പഠിച്ചാൽ മതി. നോക്കിയിരുന്നോ? ഹൈബ്രിഡൈസേഷൻ കാണുമ്പോൾ ഒരാൾ കൂടി ഇവിടെ കൂടും, 6 വരെ എണ്ണണം. അപ്പോൾ ആരാണ് ഹൈബ്രിഡൈസേഷൻ? sp3d2. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. sp3d2 ഹൈബ്രിഡൈസേഷൻ. സ്ട്രക്ചർ ശ്രദ്ധിച്ചോട്ടാ. 6 0 വന്നാൽ ദാറ്റ് ഈസ് കോൾഡ് ഒക്ടാഹീഡ്രൽ എന്നാണ് അതിൻ്റെ പേര്. എന്താണ്? ഒക്ടാഹീഡ്രൽ. ഒക്ടാഹീഡ്രൽ എന്ന് പറയുന്ന സ്ട്രക്ചർ ഏതാണെന്ന് മനസ്സിലാവാൻ ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം, ഒരു വാക്ക് പറഞ്ഞുതരാം. സ്ക്വയർ ബൈപിരമിഡൽ എന്ന് ആലോചിക്കും. എന്താണ് സ്ക്വയർ ബൈപിരമിഡൽ? അതായത് ഒരു സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ 4 കോർണറിൽ നിന്നും മുകളിലോട്ടൊരു പിരമിഡും താഴോട്ടൊരു പിരമിഡും. അപ്പോൾ സെൻറ്ററിൽ ഒരു സ്ക്വയർ. നേരത്തെ ട്രയഗണൽ പിരമിഡലാണ് പറഞ്ഞേ, അതായത് അത് ട്രയാങ്കിളിൻ്റെ 3 കോർണറിൽ നിന്ന് പിരമിഡ് ഉണ്ടാക്കിയത്. ഇനി ഒരു സ്ക്വയറിൻ്റെ 4 കോർണറിൽ നിന്ന് മുകളിലോട്ടൊരു പിരമിഡ് ഉണ്ടാക്കി നോക്കിക്കേ. മുകളിലോട്ടൊരു പിരമിഡ്, താഴോട്ടൊരു പിരമിഡ്. ദാറ്റ് ഈസ് കോൾഡ് സ്ക്വയർ ബൈപിരമിഡൽ. ആ സ്ക്വയർ ബൈപിരമിഡലിനെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ വിളിച്ച ഓമന പേരാണ് ഒക്ടാഹീഡ്രൽ. എന്താ പേര്? ഒക്ടാഹീഡ്രൽ സ്ട്രക്ചർ. ഒക്ടാഹീഡ്രലിൽ നിന്ന് 1 പോയാൽ, അതായത് 5 1 കോമ്പിനേഷൻ വന്നാൽ ദാറ്റ് ഈസ് കോൾഡ് സ്ക്വയർ പിരമിഡൽ. സ്ക്വയർ പിരമിഡൽ. നേരത്തെ ഞാൻ പറഞ്ഞു സ്ക്വയർ ബൈപിരമിഡൽ, താഴോട്ടും മുകളിലോട്ടും പിരമിഡ് ഉള്ളത്. അതിൽ നിന്ന് 1 പോയാൽ, അപ്പോൾ താഴോട്ടുള്ള ഒരു വര നമ്മൾ മാറ്റി, അപ്പോൾ ബാക്കി ആരുണ്ട്? ഒരു സ്ക്വയറുണ്ട്, മുകളിലോട്ടൊരു പിരമിഡും ഉണ്ട്. സ്ക്വയർ പിരമിഡൽ. 4 2 ആയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്ക്വയർ പ്ലനാർ. എന്താണ്? സ്ക്വയർ പ്ലനാർ. പിരമിഡ് ഇല്ല ഇനി. എന്താണ്? പ്ലെയിനിലുള്ള ഒരു സ്ക്വയർ മാത്രം. നേരത്തെ ഫസ്റ്റിൽ ഒരു സ്ക്വയറുണ്ട്, മുകളിലോട്ടൊരു പിരമിഡും താഴോട്ടൊരു പിരമിഡും. ഒക്ടാഹീഡ്രൽ. രണ്ടാമത്തതിൽ താഴോട്ടുള്ള പിരമിഡ് പോയി, അപ്പോൾ ഒരു സ്ക്വയറും ഒരു പിരമിഡും മാത്രം. സ്ക്വയർ പിരമിഡൽ. മൂന്നാമത്തതിൽ മുകളിലോട്ടുള്ള പിരമിഡും പോയി. താഴോട്ടുള്ളത് നേരത്തെ പോയി, മുകളിലോട്ടുള്ളത് ഇപ്പോൾ പോയി. ഇനി ആരുണ്ട്? ഒരു പ്ലെയിനിൽ വെക്കാൻ പറ്റിയ ഒരു സ്ക്വയർ മാത്രമുണ്ട്. പ്ലെയിനിൽ വെക്കാൻ പറ്റിയ സ്ക്വയറിനെ ഞങ്ങൾ വിളിച്ചത് എന്താ? സ്ക്വയർ പ്ലനാർ. എഴുതിയല്ലോ? സ്ട്രക്ചർ എഴുതി. സ്ക്വയർ പ്ലനാർ. ഇപ്പോൾ നമ്മുടെ ടേബിൾ കംപ്ലീറ്റ് ആയി മക്കളെ. ഈ ടേബിൾ നിങ്ങളൊരു 3-4 തവണ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കണം. ഈ സ്ട്രക്ചറുകളുടെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കോമ്പിനേഷനാണ് എന്ന് നോക്കിയിട്ട് ആ സ്ട്രക്ചർ നിങ്ങൾക്ക് പറയാൻ പറ്റണം. നന്നായി മനസ്സിലാക്കി വെച്ച ആളുകൾക്ക് അത് ആലോചിച്ച് പറയാൻ പറ്റും, അല്ലാത്തവർക്ക് അത് കാണാതെ പഠിക്കേണ്ടിയും വരും. നിങ്ങൾ ആലോചിച്ച് പറയലാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ആ സ്ട്രക്ചറുകൾ നല്ല 3 ഡയമെൻഷനലി ഒന്ന് വിചാരിച്ച് ആ സ്ട്രക്ചറിനെ ഒന്ന് ഉൾക്കൊണ്ട് പഠിക്കലാണ് അതിൻ്റെ ഭംഗി. നമ്മളിനി എക്സാമ്പിളിലേക്ക് കിടക്കുകയാണേ. അപ്പോൾ എക്സാമ്പിൾസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 2-3 കാര്യങ്ങളുണ്ട്. എക്സാമ്പിൾസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 2-3 കാര്യങ്ങൾ. അതായത് ഒരു മോളിക്യൂളിന്, എഴുതിക്കോട്ടോ, ഒരു മോളിക്യൂളിന് 2
ടൈപ്പ് ആറ്റങ്ങൾ ഉണ്ടാകും. രണ്ട് ടൈപ്പ് ആറ്റങ്ങൾ ഒരു മോളിക്യൂളിന് 2 ടൈപ്പ് ആറ്റം ഉണ്ടാകും. ഒന്നാമത്തെ ടൈപ്പാണ് സെൻട്രൽ ആറ്റം, മറ്റൊന്നാണ് സറൗണ്ടിങ് ആറ്റം. സിമ്പിളാണ്, പെട്ടെന്ന് പഠിച്ചോ. സെൻട്രൽ ആറ്റവും എൻ്റെ കൂടെ എഴുതിക്കോ, സറൗണ്ടിങ് ആറ്റവും. സെൻട്രൽ ആറ്റവും സറൗണ്ടിങ് ആറ്റവും. നമ്മളെപ്പോഴും നന്നായി ശ്രദ്ധിക്കുന്ന ആള് സെൻട്രൽ ആറ്റത്തെയാണ്. സറൗണ്ടിങ് ആറ്റത്തെ നമ്മൾ വല്ലാതെ മൈൻഡാക്കാറില്ല. ഒരേ ഒരു സാധനത്തിൽ മാത്രമേ നമ്മൾ സറൗണ്ടിങ് ആറ്റത്തെ നോക്കേണ്ടതുള്ളൂ. അത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സെൻട്രൽ ആറ്റം നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഓക്കെ, ആ സെൻട്രൽ ആറ്റത്തിൻ്റെ ശ്രദ്ധിച്ചോട്ടോ, ആ സെൻട്രൽ ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെൻട്രൽ ആറ്റം. എന്താണ് വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെൻട്രൽ ആറ്റം? സെൻട്രൽ ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാണ് അറിയുക? ഇത് ഞാൻ നിങ്ങളെ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം തന്നെയാണ് ഇവിടെയും പഠിക്കേണ്ടത്. അത് കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ പറയാം. നിങ്ങൾക്കറിയാം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. അതിൻ്റെ താഴെ വരുന്ന പീരീഡ് സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ. ശരിയല്ലേ? സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ. അപ്പോൾ ഇത്രയും ആളുകളെ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഇവരുടെ വാലൻസ് ഇലക്ട്രോൺസ് വളരെ സിമ്പിളാണ്, എണ്ണി നോക്കിയാൽ മതി. ലിഥിയം ആയാലും സോഡിയം ആയാലും വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 1 ആണ്. വാലൻസ് ഇലക്ട്രോൺസ് ഞാൻ ഇവിടെയാണ് എഴുതുന്നത്, ശ്രദ്ധിച്ച് കണ്ടോളണം കേട്ടോ. ബെറിലിയം ആണെങ്കിലും മഗ്നീഷ്യം ആണെങ്കിലും വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2 ആണ്. ബോറോൺ ആയാലും അലുമിനിയം ആയാലും 3 ആണ്. സിലിക്കൺ, കാർബൺ 4 ആണ്. നൈട്രജൻ, ഫോസ്ഫറസ് 5 ആണ്. ഓക്സിജൻ, സൾഫർ 6 ആണ്. ഫ്ലൂറിൻ, ക്ലോറിൻ 7 ആണ്. നിയോൺ, ആർഗൺ 8 ആണ്. പഠിച്ചോ? നിയോൺ, ആർഗൺ 8 ആണ്. ഈ നിയോൺ ആർഗണിൻ്റെ താഴെ വരുന്ന കുറേ ആളുകളുണ്ട്, അവരെയും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചോ. നിയോണിൻ്റെ താഴെ ആർഗൺ, ആർഗണിൻ്റെ താഴെ ക്രിപ്റ്റോൺ, ക്രിപ്റ്റോണിൻ്റെ താഴെ സിനോൺ. അവിടെ വരെ നിൽക്കട്ടെ. നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ. ഈ 4 ആളുകൾ ആരൊക്കെ ആവട്ടെ, ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരുപോലെയാണെന്ന്. അവർക്കെല്ലാവർക്കും വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 8 ആണ്. അപ്പം നിങ്ങൾ ഒരു സെൻട്രൽ ആറ്റത്തെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് ആദ്യം കണ്ടുവെക്കണം. എന്തിന്? VSEPR തിയറി പ്രകാരം അയാളുടെ സ്ട്രക്ചറും ഹൈബ്രിഡൈസേഷനും പറയാൻ ഇത് നിർബന്ധമാണ്. അതെങ്ങനെ പഠിക്കും? നിങ്ങൾ ഈ എലമെൻറ്റ് പഠിക്കണം. സെക്കൻഡ് പീരീഡ് എലമെൻറ്റും തേർഡ് പീരീഡ് എലമെൻറ്റും നിങ്ങൾക്ക് അറിയണം. അപ്പോൾ നിങ്ങളോട് നൈട്രജൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ 5 എന്ന സംഖ്യ വരണം. എങ്ങനെയാണത്? ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ 5ാമത്തെ ആളാണ്. ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ 7 എന്ന് വരണം. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ക്ലോറിൻ്റെ താഴെ 7. അതെങ്ങനെ കിട്ടി? ക്ലോറിൻ എന്നത് 7ാമത്തെ ആളാണ്. എവിടെ നിന്ന് എണ്ണണം? സോഡിയം മുതൽ എണ്ണണം, ലിഥിയം മുതൽ എണ്ണരുത്. ലിഥിയത്തിൻ്റെ റോയിലല്ലല്ലോ, ലിഥിയത്തിൻ്റെ പിരീഡിലല്ലല്ലോ ക്ലോറിൻ കിടക്കണേ. ക്ലോറിൻ കിടക്കുന്നത് അതിൻ്റെയും താഴെയാണ്. തേർഡ് പീരീഡ് എലമെൻ്റ് ആണ് ക്ലോറിൻ. അപ്പോൾ അതൊന്ന് എണ്ണ്. സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. കണ്ടോ? 7ാമത്തെ ആളാണ് ക്ലോറിൻ. സിനോൺ എന്ന് പറയുമ്പോഴേക്ക് 8 എന്ന് വരണം. എന്തുകൊണ്ട്? അവസാനത്തെ ടീമിൽ പെട്ട ആളാണ് സിനോൺ. എഴുതി വെക്ക്. ഞാനിതൊക്കെ മായ്ച്ചിട്ട് പോകും. നിങ്ങൾ എഴുതിയതേ മാത്രമേ നിങ്ങളുടെ കയ്യിലുണ്ടാവുള്ളൂ. നിങ്ങൾ എഴുതിയത് വെച്ചിട്ടാണ് നമ്മളിനി എക്സാമ്പിൾസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ആദ്യം തന്നെ കാണണം. അപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാവും, അല്ല സാറേ, ഒരു മോളിക്യൂളിനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അയാളാണ് സെൻട്രൽ ആറ്റം, അതിലാരാണ് സെൻട്രൽ ആറ്റം, ആരാണ് സറൗണ്ടിങ് ആറ്റം എന്ന് ഞങ്ങൾ കാണുക? ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാനില്ലേ ഇവിടെ, നിങ്ങൾ പേടിക്കാതിരിക്കൂ. ഞാൻ എക്സാമ്പിൾസ് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെയാണല്ലോ മക്കളെ. ഇത് ഒന്ന് അവിടെ നിൽക്കട്ടെ, ഒരു മിനിറ്റ്. വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെൻട്രൽ ആറ്റം എന്നതിനെ ഞാൻ ജനറലി V എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെൻട്രൽ ആറ്റം എന്നതിന് പകരമൊക്കെ V ഇടും. പഠിച്ചോ? V എന്ന് ഞാൻ എവിടെ പറഞ്ഞാലും വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെൻട്രൽ ആറ്റം എന്നാണ് അതിനർത്ഥം. അപ്പോൾ മായ്ച്ചു കഴിഞ്ഞു കേട്ടോ, മായ്ച്ചു കഴിഞ്ഞു. ഇനി എക്സാമ്പിൾസിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ച് കണ്ടോ, ഞാനൊരു 3-4 എക്സാമ്പിൾ ചെയ്തിട്ട് നിർത്തും. ബാക്കി എക്സാമ്പിൾ നിങ്ങൾക്കുള്ളതാണ്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
ശ്രദ്ധിച്ച് കണ്ടോളെ മക്കളെ. ഞാൻ ആദ്യം ചെയ്യുന്ന എക്സാമ്പിൾ CH4 എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ്. CH4 ഇതിലാരാണ് സെൻട്രൽ ആറ്റം എന്ന് ഞാൻ ആദ്യം തന്നെ എഴുതി വെക്കാം. സെൻട്രൽ ആറ്റം ഇവിടെ കാർബണാണ്. ആരാണ് സെൻട്രൽ ആറ്റം എന്ന് നോക്കേണ്ടത്, ആരാണ് എണ്ണത്തിൽ ഒന്ന് മാത്രമുള്ളത് അയാളാണ് സെൻട്രൽ ആറ്റം. CH4 എന്ന് പറയുമ്പോൾ ഒരു കാർബണും 4 ഹൈഡ്രജനും ആണല്ലോ. 1 എന്ന നമ്പർ ആയിരിക്കാം വന്നേ, ഒരു എണ്ണം മാത്രമുള്ളത് ആരാ? കാർബൺ. അപ്പോൾ അയാളെ ഞാൻ സെൻട്രൽ ആറ്റം ആയിട്ടും പറ. ബാക്കിയുള്ള ഹൈഡ്രജനെ എന്തായിട്ടും പറയും? പറ. സറൗണ്ടിങ് ആറ്റം ആയിട്ടും പറയും. സറൗണ്ടിങ് ആറ്റം ഹൈഡ്രജൻ. ഇനി ഞാൻ ആദ്യം തന്നെ ഇവിടെ എഴുതുകയാണെ എസ് എന്ന് പറയുന്ന ഒരു ലെറ്റർ. ഇതൊക്കെ നമ്മുടെ തന്നെ ക്രിയേഷനാണ്, ഞാൻ തന്നെ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ലെറ്ററുകളാണ്. ഇതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് പഠിക്കുക. വളരെ സിമ്പിളായിട്ട് VSEPR തിയറി നിങ്ങൾക്ക് പഠിക്കാം. എസ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റമാണ്. എന്താണ്? നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റമാണ്. നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റം. അപ്പോൾ ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ് അല്ലേ? എസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. എന്താണ് എസ്? നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റം. ആരാണ് സറൗണ്ടിങ് ആറ്റം? ഹൈഡ്രജൻ ആണ്. അതിൻ്റെ എണ്ണം എത്രയാണ്? 4. അതാണ് ഇവിടെ എസ്. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ് ആറ്റത്തിൻ്റെ എണ്ണം. ഇവിടെ നിന്ന് അങ്ങോട്ട് എസ് എന്ന് ഞാൻ എവിടെ പറഞ്ഞാലും പറ, സറൗണ്ടിങ് ആറ്റത്തിൻ്റെ എണ്ണമാണ് എസ്. ഓക്കെ. ഇനി ഇയാളെ കുറിച്ച് ഞാനിത് സിഗ്മ ബോണ്ട് പെയറും ലോൺ പെയറും കണ്ടെത്താൻ പോവാണ്. സിഗ്മ ബോണ്ട് പെയറും ലോൺ പെയറും കണ്ടെത്താൻ പോവാണ്. ആദ്യം ഇത് നിങ്ങൾ ഒരു ബോക്സിലാക്കി വെക്കണം. ഇവിടെ ഞാൻ ഇനി എഴുതുന്നത് ഒരു ബോക്സിലാക്കി വെക്കണം. സിഗ്മ ബോണ്ട് പെയർ ഈസ് ഓൾവേസ് എസ്. ഇവിടെ എത്രയാണോ എസ് അത്രയാണ് സിഗ്മ ബോണ്ട് പെയറിൻ്റെ എണ്ണം. എത്ര സറൗണ്ടിങ് ആറ്റം ഉണ്ടോ അത്ര സിഗ്മ ബോണ്ട് പെയർ ഉണ്ടാകും. ലോൺ പെയർ കാണാൻ ഞാനൊരു ഇക്വേഷൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. V-S/2 കാണാതെ പഠിച്ചോളണം. എന്താണ് ലോൺ പെയർ കാണാനുള്ള ഇക്വേഷൻ? V-S/2 എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു കേസിലേക്ക് വരികയാണ്. ഇവിടെ V എത്രയാണ് S എത്രയാണെന്ന് ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട്. ഇവിടെ S ഇവിടെ 4 ആണെന്ന് നിങ്ങൾക്ക് കിട്ടി, സറൗണ്ടിങ് ആറ്റത്തിൻ്റെ എണ്ണം. V എത്രയാണെന്നാണ് എൻ്റെ ചോദ്യം. V എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ഞാൻ പറഞ്ഞു. എന്താണ് V എന്ന് പറഞ്ഞാൽ? വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെൻട്രൽ ആറ്റം. ആരാണ് സെൻട്രൽ ആറ്റം? കാർബൺ ആണ്. കാർബണിന്റെ വാലൻസ് ഇലക്ട്രോൺസിനെ എങ്ങനെ കാണാം? നേരത്തെ ഞാൻ പഠിപ്പിച്ചു. കാർബൺ വരെ എണ്ണിയാൽ മതി. എണ്ണിക്കോ. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ. കാർബൺ വരെ എണ്ണിയല്ലോ. കാർബൺ വരെ എണ്ണിയപ്പോൾ 4 എന്നല്ലേ കിട്ടിയേ? ആ എണ്ണി കിട്ടിയ സംഖ്യയാണ് V, വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെൻട്രൽ ആറ്റം. ഇനി പറ, ഇവിടെ സിഗ്മ ബോണ്ട് പെയർ എത്ര? സിഗ്മ ബോണ്ട് പെയർ എത്ര എന്ന് കാണാനുള്ള ഇക്വേഷൻ ഞാൻ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. എസ്. ഇവിടെ എസ് എത്ര? 4 ആണ്. അതുകൊണ്ട് സിഗ്മ ബോണ്ട് പെയർ 4. ഇവിടെ ലോൺ പെയർ എത്ര? ലോൺ പെയർ ആണ് കാണേണ്ടത്. ലോൺ പെയർ കാണാൻ ഒരു ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു. V-S/2. അത് വീണ്ടും 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 എഴുതുക. എന്തിന്? കൊന്നാലും മറക്കാതിരിക്കാൻ. V ഇവിടെ എത്രയാണ്? 4 ആണ്. S എത്രയാണ്? 4 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4 - 4/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 അല്ലേ? 4 - 4 എന്ന് പറഞ്ഞാൽ 0, 0/2 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ നിങ്ങൾക്ക് കിട്ടി സിഗ്മ ബോണ്ട് പെയറിൻ്റെ എണ്ണം 4 ആണ്, ലോൺ പെയറിൻ്റെ എണ്ണം 0 ആണ്. അപ്പോൾ സം എത്രയായിരിക്കും മക്കളെ? സം എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. സിഗ്മ ബോണ്ട് പെയറും ലോൺ പെയറും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാലുള്ള സമ്മ് 4 + 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. സമ്മ് 4 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ത്? ഹൈബ്രിഡൈസേഷൻ ഒന്ന് എഴുതിക്കേ. ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3. എങ്ങനെ മനസ്സിലായി? ഹൈബ്രിഡൈസേഷൻ sp3 ആണെന്ന് നേരത്തെ ഞാൻ കാണാൻ പഠിപ്പിച്ചു. സമ്മ് 4 ആണെങ്കിൽ 4 വരെ എണ്ണണം. അപ്പോൾ ഒരു എസും 3 പിയും എണ്ണിയാൽ 4 ആവുമല്ലോ. sp3 ഹൈബ്രിഡൈസേഷൻ കിട്ടിയോ? ഹൈബ്രിഡൈസേഷൻ കിട്ടി. സ്ട്രക്ചർ വേണം. ഇനി സ്ട്രക്ചർ എന്നോട് പറ. എടാ മക്കളെ 4-0 എന്ന് വന്നു കഴിഞ്ഞാൽ 4-0 എന്നല്ലേ വന്നേ? സിഗ്മ ബോണ്ട് പെയർ ഒരു കോളമായിട്ട് വരച്ചതാ, ലോൺ പെയർ നമ്മൾ വേറെ കോളമായിട്ട് വരച്ചതാ. അതിൽ 4ഉം 0യും വന്നു കഴിഞ്ഞാലുള്ള സ്ട്രക്ചർ ഏതാന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഇവിടെ കിടന്ന് 4 ചോക്കിനെ 4 ഭാഗത്തേക്ക് വെച്ച് നാടകം കളിച്ചായിരുന്നു. ഏറ്റവും കൂടുതൽ മാക്സിമം അകലത്തിൽ നിൽക്കുന്നത് 90 ഡിഗ്രി അല്ല എന്ന് പലവരും ഞാൻ ആവർത്തിച്ച് പറഞ്ഞായിരുന്നു. ആ സ്ട്രക്ചറിനെ ടെട്രാഹീഡ്രൽ എന്ന് ഞാൻ പേരിട്ട് വിളിക്കുകയും ചെയ്തായിരുന്നു. ഓർക്കുന്നവർ ഓർക്കുക, ഓർക്കാത്തവർ പുറകിലോട്ട് മറിക്കുക. ആ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ടെട്രാഹീഡ്രൽ. കഴിഞ്ഞു.
അപ്പോൾ CH4 എന്ന് പറയുന്ന ഒരു മോളിക്യൂളിനെ കുറിച്ച് എല്ലാ സംഭവങ്ങളുമായി ആദ്യത്തെ എക്സാമ്പിൾ ആയതുകൊണ്ട് സ്പീഡിലൊന്നും ഞാൻ റിവൈൻഡ് ചെയ്യാം. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ സെൻട്രൽ ആറ്റം എഴുതണം, സറൗണ്ടിങ് ആറ്റം എഴുതണം. എണ്ണം 1 ആയിട്ടുള്ള ആളാണ് സെൻട്രൽ ആറ്റം, എണ്ണം 1-ലധികമുള്ള ആളാണ് സറൗണ്ടിങ് ആറ്റം. സറൗണ്ടിങ് ആറ്റത്തിൻ്റെ എണ്ണത്തെ S എന്നും സെൻട്രൽ ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തെ V എന്നും റെപ്രസെൻ്റ് ചെയ്യണമെന്ന് ഞാൻ നേരത്തെയും ഇപ്പോഴുമായിട്ട് പഠിപ്പിച്ചു. എന്നിട്ട് ഞാനൊരു ഇക്വേഷൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. സിഗ്മ ബോണ്ട് പെയർ കാണാൻ എസ്സിന് ഇക്വലൻ്റ് ആക്കിയിട്ട് എടുക്കുക. ലോൺ പെയർ ഇസ് ഈക്വൽ ടു V - S/2. ഇവിടെ എസ്സിൻ്റെ വാല്യൂ 4 ആണ്. കാര്യം സറൗണ്ടിങ് ആറ്റമായ ഹൈഡ്രജൻ ഇവിടെ 4 എണ്ണം ഉണ്ട്. ഇവിടെ വിയുടെ എണ്ണം 4 ആണ്. കാര്യം സെൻട്രൽ ആറ്റമായ കാർബണിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് 4 ആണ്. എങ്ങനെ കിട്ടി? ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ എന്ന് എണ്ണിയപ്പോൾ കിട്ടി. ആ വാല്യൂസ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ സിഗ്മ ബോണ്ട് പെയറിൻ്റെ എണ്ണം 4 എന്നും ലോൺ പെയറിൻ്റെ എണ്ണം 4 - 4/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നും കിട്ടി. 4-0 കോമ്പിനേഷൻ ആ ടേബിളിൽ എഴുതിയത് ഓർക്കുകയാണ് ഞാൻ. അപ്പോൾ എനിക്ക് കിട്ടി സമ്മ് 4 ആണ്. അതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. അതുകൊണ്ട് അയാളുടെ സ്ട്രക്ചർ എന്താണ്? ടെട്രാഹീഡ്രലാണ്. എഴുതി വെക്കടാ മക്കളെ. ഓക്കെ മക്കളെ, അപ്പോൾ കിട്ടിയല്ലോ. CH4ൻ്റെ ഇടപാട് ഇവിടെ തീർന്നു. ഒരു 3-4 എക്സാമ്പിൾ കൂടി ഞാൻ കാണിച്ചു തരാം. ബാക്കി ഞാൻ നിങ്ങൾക്ക് വിട്ടുതരും. ഇത് അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു എക്സാമ്പിൾ H2O ആണ്. വേറൊരു എക്സാമ്പിൾ NH3 ആണ്. വേറൊരു എക്സാമ്പിൾ SO2 ആണ്. പിന്നെ ഒന്ന് XeO3 ആണ്. XeO3 എന്നാൽ ഇത് SO2 വേണ്ട, ഇത് SO3 ആക്കാം. ശ്രദ്ധിച്ച് കണ്ടോളണേ. 4 എക്സാമ്പിൾ ഞാൻ ബോർഡിൽ എഴുതുന്നുണ്ട്. 4 എക്സാമ്പിൾ ഞാൻ തരുന്നുണ്ട്. ശ്രദ്ധിച്ച് കണ്ടോട്ടെ മക്കളെ. H2Oയിൽ നിന്ന് തുടങ്ങാം. ആരാണ്? എൻ്റെ കൂടെ തന്നെ നിങ്ങൾ എക്സാമ്പിൾ നമ്പർ 2 എന്ന് എഴുതിക്കോ. ആരാണ് സെൻട്രൽ ആറ്റം? സെൻട്രൽ ആറ്റം ഓക്സിജനാണ്. കാര്യം ഇവിടെ 2 ഹൈഡ്രജനും 1 ഓക്സിജനും അല്ലേ ഉള്ളത്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും അല്ലേ ഉള്ളത്. എണ്ണത്തിൽ 1 ഉള്ളത് ആരാണ്? ഓക്സിജൻ ആയതുകൊണ്ട് സെൻട്രൽ ആറ്റം ഓക്സിജനാണ്. സറൗണ്ടിങ് ആറ്റം ഇത് ആരാണ്? സറൗണ്ടിങ് ആറ്റം ഹൈഡ്രജനാണ്. കിട്ടിയല്ലോ. ഇനി എന്നോട് പറ, ഇവിടെ എസിൻ്റെ വാല്യൂ എത്ര? S = 2. എന്തുകൊണ്ട്? എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സറൗണ്ടിങ് ആറ്റത്തിൻ്റെ എണ്ണമാണ്. ഇവിടെ സറൗണ്ടിങ് ആറ്റമായ ഹൈഡ്രജൻ്റെ എണ്ണം 2. വിയുടെ എണ്ണം എത്ര? വിയും എസും ആദ്യം തന്നെ അങ്ങോട്ട് എഴുതി വെച്ചേക്കും. വി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റത്തിൻ്റെ എന്താണ്? സെൻട്രൽ ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ്. അതെങ്ങനെ കാണാം? സെൻട്രൽ ആറ്റം വരെ എണ്ണണം. എണ്ണിക്കോ. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. സെൻട്രൽ ആറ്റമായ ഓക്സിജൻ വരെ എണ്ണിയപ്പോൾ എനിക്ക് 6 കിട്ടി. അപ്പോൾ വിയുടെ എണ്ണം എത്ര? വി എന്ന് പറഞ്ഞാൽ 6. എന്നോട് പറ, സിഗ്മ ബോണ്ട് പെയർ എത്ര? സിഗ്മ ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ എസിൻ്റെ എണ്ണത്തിന് ഈക്വലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ബോണ്ട് പെയർ എത്ര? ലോൺ പെയർ എത്ര? ലോൺ പെയർ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു. V - S/2. വി എത്രയാണ്? 6. 6 - 2 എന്ന് പറഞ്ഞാൽ എത്ര? 6 - 2/2. 6 - 2 എന്ന് പറഞ്ഞാൽ 4 അല്ലേടാ. 6 - 2 4. 4/2 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ഇവിടെ കിട്ടിയ സിഗ്മ ബോണ്ട് പെയറും 2 ആണ്, ലോൺ പെയറും 2 ആണ്. അങ്ങനെയാണെങ്കിൽ സം എത്ര? സം എന്ന് പറഞ്ഞാൽ 2 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 അല്ലേ. സിഗ്മ ബോണ്ട് പെയർ 2 ആണ്, ലോൺ പെയറും 2 ആണ്. അതിൻ്റെ സമ്മാണ് പറഞ്ഞത്. 2 + 2 4. സമ്മ് 4 വന്നാൽ ഹൈബ്രിഡൈസേഷൻ. സ്പീഡ് പറ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ആണ്. sp3. സ്ട്രക്ചർ ഏതാടാ? സ്ട്രക്ചർ ഒന്ന് നോക്കിക്കേ. ആ കോളം നോക്കിക്കേ. 2-2 കോമ്പിനേഷൻ വരുന്നത്. അതായത് ടെട്രാഹീഡ്രൽ, ട്രൈഗണൽ, പിരമിഡൽ, ലീനിയർ എന്നാണ് ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നത് അല്ലേ. ടെട്രാഹീഡ്രൽ 4-0. അതിൽ നിന്ന് 1 പോയാൽ ട്രൈഗണൽ, പിരമിഡൽ 3-1. അതിൽ നിന്ന് ഒന്നുകൂടി പോയാൽ ആംഗുലാർ, ബെൻഡ് ഓർ വി ഷേപ്പ്. അതാണ് 2-2 കോമ്പിനേഷനായിട്ട് ഞാൻ എഴുതി തന്നത്. അത് നിങ്ങൾ പഠിക്കണം. സ്ട്രക്ചർ എന്താണ്? ബെൻഡ് ഷേപ്പാണ് ഓർ ആംഗുലാർ ഷേപ്പാണ്. കഴിഞ്ഞു. അപ്പോൾ വാട്ടറിൻ്റെ ഇടപാട്, H2Oയുടെ ഇടപാട് ഇവിടെ തീർന്നു. NH3 ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ സെൻട്രൽ ആറ്റം. സ്പീഡ് ആയിക്കോട്ടെ. സെൻട്രൽ ആറ്റം നൈട്രജൻ, സറൗണ്ടിങ് ആറ്റം പറ. സറൗണ്ടിങ് ആറ്റം ഹൈഡ്രജൻ. എസ് സ്പീഡ് പറ.
3 ആണ് അല്ലേ സറൗണ്ടിങ് ആറ്റത്തിൻ്റെ എണ്ണം. വി സ്പീഡിൽ പറ. വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെൻട്രൽ ആറ്റം 5. നൈട്രജൻ ആയതുകൊണ്ട് ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ. ബോണ്ട് പെയർ, സിഗ്മ ബോണ്ട് പെയർ പറ. സിഗ്മ ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ എസിൻ്റെ എണ്ണത്തിന് ഈക്വൽ ആണ് 3 അല്ലേ. സിഗ്മ ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ എസിൻ്റെ എണ്ണത്തിന് ഈക്വൽ ആണ്. ലോൺ പെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇക്വേഷനൊക്കെ എഴുതിക്കോട്ടാ. വി മൈനസ് എസ് ബൈ 2. വി എത്രയാണ് 5 മൈനസ് 3. 5 മൈനസ് 3 ബൈ 2 എത്രയാടാ വരിക? 5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 2. 2 ബൈ 2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ കോമ്പിനേഷൻ കിട്ടി. 3-1 കോമ്പിനേഷൻ ആണ്. ദെർഫോർ സമ്മ് 3 + 1 3 + 1 ഇസ് ഈക്വൽ ടു 4. ഹൈബ്രിഡൈസേഷൻ നേരത്തെ പഠിപ്പിച്ചു. ഹൈബ്രിഡൈസേഷൻ 4 വന്നാൽ sp3 ഹൈബ്രിഡൈസേഷൻ. സ്ട്രക്ചർ പറ മക്കളെ. സ്ട്രക്ചർ അല്ലേ. 3-1 കോമ്പിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതിലുണ്ടത്. ടെട്രാഹീഡ്രലിൽ നിന്ന് 1 പോയതാണ് 3-1 അല്ലേ. ടെട്രാഹീഡ്രൽ എന്ന് പറഞ്ഞാൽ 4-0 ആണ്. അതിൽ നിന്ന് 1 പോയാൽ 3-1. അതേതാണ് സ്ട്രക്ചർ എന്ന് ഞാൻ പഠിപ്പിച്ചിരുന്നു. ഏതാണ്? ട്രയഗണൽ പിരമിഡൽ. NH3യുടെ ഇടപാട് തീർന്നു. പെട്ടെന്ന് എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. SO3 ഇവിടെ 2 ഭാഗത്തും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. SO3യിലും XeO3യിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? സൂക്ഷിച്ച് കണ്ടോളണേ. ആദ്യത്തെ പരിപാടികളിലൊന്നും വ്യത്യാസമില്ല. സെൻട്രൽ ആറ്റം സൾഫർ ആണ്. സറൗണ്ടിങ് ആറ്റം പറ. സറൗണ്ടിങ് ആറ്റം ഓക്സിജൻ ആണ്. ഇയാളെയാണ് ശ്രദ്ധിക്കേണ്ടത്. സറൗണ്ടിങ് ആറ്റമായിട്ട് ഓക്സിജൻ വന്നാൽ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ചിലർ ചോദിക്കും, അല്ല സാറേ ഇവിടെ വാട്ടറിലും ഓക്സിജൻ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ വാട്ടറിലെ ഓക്സിജൻ സറൗണ്ടിങ് അല്ലായിരുന്നു. വാട്ടറിലെ ഓക്സിജൻ എന്താണല്ലോ? സെൻട്രലാണ്. സെൻട്രലായിട്ട് ഓക്സിജൻ വന്നാൽ എന്നല്ല ഞാൻ പറഞ്ഞേ. സറൗണ്ടിങ് ആറ്റം ഓക്സിജൻ വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പഠിപ്പിച്ച ഇക്വേഷൻ ഇല്ലേ മക്കളെ, ലോൺ പെയറിൻ്റെ ഇക്വേഷൻ. ആ ലോൺ പെയറിൻ്റെ ഇക്വേഷനിൽ നോയിക്കോട്ടെ. ലോൺ പെയറിൻ്റെ ഇക്വേഷനിൽ വി മൈനസ് എസ് എന്നല്ലേ നമ്മൾ എഴുതിയേ? വി മൈനസ് എസ് എന്നല്ലേ നമ്മൾ എഴുതിയേ? അവിടെ വി മൈനസ് എസ് ഇൻറ്റു 2/2 എന്നാകും. അതാണ് വ്യത്യാസം. എന്താണ്? വി മൈനസ് എസ് ഇൻറ്റു 2/2 എന്നാകും. ഈ ഇൻറ്റു 2 എന്നുള്ളത് എസ്സിന് മാത്രമുള്ളതാണ് കേട്ടോ. വി മൈനസ് എസ് ഇൻറ്റു 2 മനസ്സിലായല്ലോ. വി മൈനസ് എസ് ഇൻറ്റു 2. എസ് എത്രയാണോ അതിനെ ഡബിൾ ആക്കിയിട്ട് വേണം എഴുതാൻ. എന്നിട്ട് ടോട്ടൽ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇങ്ങനെയായിട്ട് ഇക്വേഷൻ മാറുന്നു. നേരത്തെ വി മൈനസ് എസ് ബൈ 2 എന്നായിരുന്നു. ഇവിടെ വി മൈനസ് എസ് ഇൻറ്റു 2. ആ എസ് എത്രയാണോ അതിനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എപ്പോൾ? സറൗണ്ടിങ് ആറ്റമായിട്ട് ഓക്സിജൻ വന്നാൽ. അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ മാത്രം. വേറെയും ഒരുപാട് എക്സെപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരൊറ്റ കേസിൽ തീർന്നു. എപ്പോഴാണ്? സറൗണ്ടിങ് ആറ്റമായിട്ട് ഓക്സിജൻ വന്നാൽ ലോൺ പെയർ കാണാനുള്ള ഇക്വേഷനിൽ എസിൻ്റെ എണ്ണം ഡബിൾ ആക്കിയിട്ട് എഴുതണം. ഞാൻ എഴുതുമ്പോൾ കാണിച്ചു തരാം. സിമ്പിളാണ്. അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കി പറയാനൊന്നുമില്ല. ഇവിടെ നോക്കിക്കോട്ടെ. എസിൻ്റെ എണ്ണം ഇവിടെ എത്രയാണ്? 3 ആണ്. അതിപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നുണ്ട്. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ 3 എന്നുള്ളത് ഞാൻ 6 ആക്കിയിട്ട് എഴുതുന്നത് കാണിച്ചു തരാം. വിയുടെ എണ്ണം 6 ആണ്. അതെന്തുകൊണ്ട്? ഇവിടെ സെൻട്രൽ ആറ്റം ആരാണല്ലോ? സൾഫർ ആണല്ലോ. സൾഫറിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് ആണല്ലോ വി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൾഫർ എന്ന് പറയുന്നത് 3rd പീരീഡ് എലമെൻ്റ് ആണ്. എണ്ണിക്കോ. ഏതാണ്? സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ. 6ാമതാ വന്നേ. അതുകൊണ്ടാണ് ഈ 6 ഇവിടെ ഇട്ടേക്കുന്നത്. സിഗ്മ ബോണ്ട് പെയർ പറ മക്കളെ. സിഗ്മ ബോണ്ട് പെയർ ഈസ് ദി എസ് അല്ലേ. സിഗ്മ ബോണ്ട് പെയർ ഈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? എസ്. അവിടെ ഒന്നും മാറ്റമില്ല. അത് 3 തന്നെ എടുക്കണം. സിഗ്മ ബോണ്ട് പെയർ എസ് ആണ്. ലോൺ പെയറിൻ്റെ ഇക്വേഷൻ കാണുമ്പോൾ മാത്രമാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ലോൺ പെയർ ഇസ് ഈക്വൽ ടു വി മൈനസ് വി എത്രയാണ് ഇവിടെ? 6 മൈനസ് എസ് ഇൻറ്റു 2. കണ്ട ഇവിടെ എത്രയാണ്? എസ് 3 ആണല്ലോ. 3 ഇൻറ്റു 2/2. എന്നോട് പറ. 3 ഇൻറ്റു 2 എന്ന് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം അത് ചെയ്യണം. 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6 ആണല്ലോ. 6 മൈനസ് 6 എത്ര വരും? 0 അല്ലേ. 6 മൈനസ് 6 0 വരും. പിന്നെ 0/2 എന്നൊന്നും പറയാനില്ല. ദാറ്റ് ഈസ് ഓൾസോ 0. കിട്ടി. കോമ്പിനേഷൻസ് കിട്ടി. സിഗ്മ ബോണ്ട് പെയർ 3 ആണ്. ലോൺ പെയർ 0 ആണ്.
3-0 കോമ്പിനേഷനാണ് ഇവിടെ വന്നത്. 3-0 കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സമ്മ് 3+0 3+0 = 3. അതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ പറ sp2, ഹൈബ്രിഡൈസേഷൻ sp2 അല്ലേ? 3 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp2 ആണല്ലോ. സ്ട്രക്ചർ ഒന്ന് ആലോചിച്ച് നോക്കിയാടാ. സ്ട്രക്ചർ ആ കോളത്തിൽ ഉണ്ടാകുമല്ലോ. സ്ട്രക്ചർ സമ്മ് 3 വരുന്നതിലെ ആദ്യത്തെ കോമ്പിനേഷനാണ് 3-0. അപ്പോൾ എന്താണ് അയാളുടെ സ്ട്രക്ചർ? ട്രയഗണൽ പ്ലനാർ എഴുതിയിട്ടുണ്ട്. ട്രയഗണൽ പ്ലനാർ സ്ട്രക്ചറാണ്. ട്രയഗണൽ പ്ലനാർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സറൗണ്ടിങ് ആറ്റമായിട്ട് ഓക്സിജൻ വരുമ്പോഴുള്ള ഒരു മാറ്റമാണ് ഞാൻ പറഞ്ഞത്. അത് അടുത്ത കേസിലും നിങ്ങൾക്ക് കാണാം. കാരണം അവിടെയും സറൗണ്ടിങ് ആറ്റം ഓക്സിജനാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എഴുതുന്നുണ്ട്. നിങ്ങൾ നേരത്തേത് എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. സെൻട്രൽ ആറ്റം ഇവിടെ സിനോൺ ആണ്. സറൗണ്ടിങ് ആറ്റം ആരാണ്? സറൗണ്ടിങ് ആറ്റം ഓക്സിജനാണ്. സറൗണ്ടിങ് ആറ്റം ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് വട്ടമിട്ട് വെക്കുന്നുണ്ട്. കാരണം അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എവിടെ ശ്രദ്ധിക്കണം? ഒരുപാട് ശ്രദ്ധിക്കാനൊന്നും ഇല്ല. ലോൺ പെയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എസിൻ്റെ എണ്ണത്തെ മൾട്ടിപ്പിൾ ചെയ്ത് എഴുതണം. അപ്പോൾ ഇവിടെ എസ് = എത്രയെന്ന് ചോദിച്ചാൽ 3 തന്നെ. അതിലൊന്നും മാറ്റമില്ല. എസ് എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ് ആറ്റത്തിൻ്റെ എണ്ണം, അത് ഓക്സിജനാണ്, അതിൻ്റെ എണ്ണം 3. വി എന്ന് പറഞ്ഞാൽ 8 വരും. നോക്കിക്കേ, സിനോൺ ആണ് സെൻട്രൽ ആറ്റം. സിനോൺ എന്ന് പറയുന്ന ആളെ ഞാൻ നിങ്ങൾക്ക് നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ അതിലെ ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പിലെ 4-മതല്ലേ എഴുതി തന്നെ. അതുകൊണ്ട് വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 8. സിഗ്മ ബോണ്ട് പെയർ എന്ന് പറഞ്ഞേടാ. സിഗ്മ ബോണ്ട് പെയർ = 3. എന്തുകൊണ്ട്? എസിൻ്റെ എണ്ണം തന്നെയാണ് സിഗ്മ ബോണ്ട് പെയർ. ലോൺ പെയർ എന്ന് പറഞ്ഞാൽ V - S × 2/2 അല്ലേ? എങ്ങനെയല്ലേ എഴുതിയത്? V എന്ന് പറഞ്ഞാൽ ഇവിടെ 8 ആണ്, മൈനസ് എസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 × 2/2. ഒന്ന് പറ, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറ. 3 × 2 എന്ന് പറഞ്ഞാൽ 6. 8 - 6. 8 - 6 എന്ന് പറഞ്ഞാൽ എത്ര? ബാക്കി 2 വരും. അപ്പം മുകളിൽ ഇനി 2 ബാക്കിയുണ്ട്, താഴെ ഒരു 2 ഉണ്ട്. 2/2 എന്ന് പറഞ്ഞാൽ 1 എന്ന് വരും. 1. അപ്പോൾ സമ്മ് എത്ര തന്നെ? സമ്മ് നേരത്തെ പറഞ്ഞ 4 തന്നെ വരും. ഹൈബ്രിഡൈസേഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ sp3 വരും. സ്ട്രക്ചർ ഇനി ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. സ്ട്രക്ചർ ഏതന്നെ വരും? ട്രയഗണൽ പിരമിഡൽ വരും അല്ലേ? പിരമിഡൽ. നേരത്തെ ഒരാൾക്ക് നമ്മൾ അങ്ങനെ കിട്ടിയായിരുന്നില്ല. ഇവിടെ NH3 കിട്ടിയ അതേ കണക്കുകളാണ് എവിടെയും കിട്ടിയത്? XeO3 കിട്ടിയത്. ദാറ്റ്സ് ഓൾ അബൌട്ട് VSEPR തിയറി. VSEPR തിയറി എന്താന്ന് പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾ വെച്ച് എങ്ങനെയൊക്കെയാണ് കാൽക്കുലേഷൻസ് വരുത്തേണ്ടതെന്ന് പറഞ്ഞു. കുറച്ച് എക്സാമ്പിൾസ് ഒരു 5 എണ്ണം ഞാൻ ചെയ്തും തന്നു. നിങ്ങൾക്കുള്ളൊരു പണിയുണ്ട്. ഞാനിനി ബോർഡിൽ എഴുതുന്ന എല്ലാ ആളുകളുടെയും ഈ കഥകളെല്ലാം നിങ്ങൾ എഴുതണം. പെട്ടെന്നായിക്കോട്ടെ. SO3 നമ്മൾ ചെയ്തു. ഇനി SO2, CCl4. ഈ കാണുന്ന ആളുകളൊക്കെ നിങ്ങൾ ഇനി ചെയ്യണം കേട്ടോ. PCl3, PCl5, XeF2, XeO2, CO2, പിന്നെ NF3 മതി. എത്ര ആളായി ഒന്ന് നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10. 10 പേരെ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്കായിട്ട് തരുന്നു. ഈ 10 പേരുടേതും ഈ പറഞ്ഞ കണക്ക് മുഴുവൻ ചെയ്യാൻ ഇപ്പോൾ പറഞ്ഞ വിവരങ്ങളൊക്കെ തന്നെ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്തേക്കൂ, ഞാൻ പറഞ്ഞുതരാം. ഇതല്ലാത്ത ഒരുപാട് മോളിക്യൂൾസും ഉണ്ട്. ഞാൻ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്നൊരു 10 എണ്ണം തന്നതാണ്. ഏതൊരുത്തനെ തന്നാലും ആ തന്നവൻ ആരായാലും ഈ പറഞ്ഞ വിവരം വെച്ച് നിങ്ങൾക്ക് ഇയാളുടെ സ്ട്രക്ചറും ഹൈബ്രിഡൈസേഷനും കാണാൻ പറ്റും. നന്നായി പഠിക്കുക. CM അക്കാഡമി എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്ലാസ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. +1-ലെയും +2-ലെയും എല്ലാ ടോപ്പിക്സും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് 4 സബ്ജക്റ്റിൻ്റെയും എല്ലാ ടോപ്പിക്സും നമ്മൾ റെഗുലറായിട്ട് ട്യൂഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെഗുലർ ട്യൂഷനിൽ എടുക്കുന്നതിൻ്റെ വളരെ ചെറിയൊരു പാർട്ട് മാത്രമാണ് നമ്മൾ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെ പബ്ലിക് വീഡിയോ ആയിട്ട് പുറത്തേക്ക് വിടുന്നത്. ബാക്കിയെല്ലാം നമ്മളെ അടുത്ത് ഫീസ് തന്ന് പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റാക്കി വെച്ച വീഡിയോ ആണ്. ഈ ഒരു ചാനലിൽ നിങ്ങൾ നോക്കിയാൽ 60-70 വീഡിയോ കാണാം. യഥാർത്ഥത്തിൽ ഈ ചാപ്റ്ററിൽ 400 വീഡിയോസ് ഉണ്ട്. ബാക്കിയെല്ലാം പ്രൈവറ്റ് വീഡിയോ ആണ്. ഫീസ് തന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെയുള്ള കെമിസ്ട്രി മുഴുവൻ ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ താഴെ
കൊടുത്തിരിക്കുന്ന പേഴ്സണൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഓഫീസ് നമ്പറിലേക്കോ കോൺടാക്റ്റ് ചെയ്യുക. ഫീസിൻ്റെയും മറ്റു എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.